ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാം ഇന്ന് ഈ സാറ്റർഡേ ആണ്. സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യും. സാറ്റർഡേ ആണ്, അതുപോലെ മൺഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇന്ന് തന്നെ ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളും ബാക്കി കോമ്പിനേഷൻ്റെ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ നിന്നും മലയാളത്തിൽ പഠിക്കുന്ന SSC പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി തുടങ്ങിയ ചാനലാണിത്. അതുകൊണ്ട് മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂളിലോട്ട് പോകാം. മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡിഷൻ റൂൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ഇവന്റ് മാത്രം എടുക്കുന്ന സമയത്താണ് നമ്മൾ അഡിഷൻ റൂൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്താണ്, നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മൾ ഇന്നലെ. എന്നിട്ട് ആ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താണെന്ന് നോക്കാം. അഡിഷൻ റൂളും മൾട്ടിപ്ലിക്കേഷൻ റൂളും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ചാനലിലെ പുതുതായിട്ട് വന്നവരാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ഇവന്റ് ഒരേ സമയം, ടു ഓർ മോർ ഇവന്റ്സ് സെയിം ടൈമിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. അഡിഷൻ റൂൾ എവിടെ ആയിരുന്നു? ഓൺലി 1 ഇവന്റ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന നൊട്ടേഷൻസ് ഏതാ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ബി. ഇങ്ങനെ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് വന്നാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓർ വന്നാൽ അവിടെ അഡിഷൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ ഡിനോട്ട് ചെയ്തത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ നമ്മൾ അഡിഷൻ റൂളിൽ പറഞ്ഞതുപോലെ തന്നെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരുന്നു അവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവന്റും വളരെ എളുപ്പമാണ്. ഇൻഡിപെൻഡന്റ് ഇവന്റും അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആൻഡ് ഡിപെൻഡന്റ് ഇവന്റ് ഉണ്ട്. ഓക്കെ, എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്, എന്താണ് ഡിപെൻഡന്റ് ഇവന്റ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. എന്താണ് ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞുതരാം. റീപ്ലേസ്മെന്റ് ആണ്. ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ വിത്ത് റീപ്ലേസ്മെന്റിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അതിനെ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരെണ്ണത്തിന്റെ ഒരു ഇവന്റിന്റെ 1 ഇവന്റ് മറ്റേതിൽ നോട്ട് ഡിപ്പെൻഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം. ഞാനൊരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്നും, അതായത് 52 കാർഡിൽ നിന്നും ആദ്യമേ ജാക്ക് എടുക്കുവാണ്. അപ്പോൾ ജാക്ക് എടുക്കുവാണെങ്കിൽ എത്ര ജാക്കുണ്ട്? 4 ജാക്കുണ്ട് 52. വീണ്ടും എന്ത് ചെയ്യണം? ആ ജാക്ക് എടുത്തിട്ട് ഞാൻ തിരിച്ച് വെക്കുവാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനാണ് നമ്മൾ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 52 കാർഡ് ഉണ്ടായിരുന്നു, ഒരു ജാക്ക് എടുത്താൽ ബാക്കി എത്ര ഉണ്ട്? 51 ഉള്ളൂ. ആ ജാക്കിനെ എടുത്ത് തിരിച്ചു വെച്ചിട്ടാണ് അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ജാക്കും ഒരു ക്യൂനും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോബബിലിറ്റി വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പോൾ ജാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52 ആണ്. 4 ഉണ്ട് 52-ൽ. ആൻഡ് 2 ചെയ്യുന്നുണ്ട്, ഒരേ സമയം 2 പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ ഇത് റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് 4/52 തന്നെ ക്യൂനിന്റെ പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? 4/52. കാര്യം 52 കാർഡാണ് പിന്നെ ഉള്ളത്. എന്നാൽ ഇതേ കേസ് തന്നെ നമുക്ക് ഡിപെൻഡന്റ് ഇവന്റ് കൊടുത്താലോ? അപ്പോൾ ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണത്തിന്റെ എഫക്റ്റ് മറ്റേ ഒരു ഇവന്റിൽ ഉണ്ടാവും. അപ്പോൾ ഇതേ കേസ് തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ജാക്ക് എടുക്കണം, പിന്നെ ക്യൂൻ എടുക്കണം. അപ്പോൾ ജാക്ക് എടുക്കുമ്പോൾ എത്രയായി? 4/52 ആണ് ജാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. എന്നാൽ ക്യൂൻ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ 4/51 ഉള്ളൂ. കാരണം എന്താണ്? ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. കാര്യം നമ്മൾ ആ ജാക്ക് എടുത്തത് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജാക്ക് ആണെങ്കിൽ അത് പോയി, അല്ലെങ്കിൽ ഒരെണ്ണം എടുത്ത് മാറ്റി ജാക്ക് അല്ലെങ്കിലും അത് മാറ്റി. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. ഇതാണ് ഈ വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഇതിന്റെ ഇടയ്ക്ക് വരുന്നത്. കാര്യം ഒന്നിൽ കൂടുതൽ ഇവന്റ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആകുമ്പോൾ നമുക്ക് പറയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. കാര്യം ഒന്നിൽ കൂടുതൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? അതും നടക്കണം, ഇതും നടക്കണം. അതുകൊണ്ടാണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ റൂള് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഡിപെൻഡന്റ് ഇവന്റിലോ? ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ചെയ്യാതെ അത് എഫക്റ്റ് വരും. അതായത് ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇനെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും നിങ്ങൾ വലിയ ഹെവി ടേംസ് ഒന്നും നോക്കണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. പി ഓഫ് എ ഗിവൺ ദാറ്റ് പി ഓഫ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന
രണ്ടും നടക്കാനുള്ള ചാൻസ്. ഇവിടെ ജാക്കും വരണം, ഇവിടെ ക്യൂനും വരണം. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ജാക്ക് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ. ബി ഗിവൺ എ ഹാസ് ഹാപ്പൻഡ്. എയുടെ എഫക്റ്റ് എവിടെ വരുന്നുണ്ട്? ഇവിടെ ഈ ഒരു ബിയിൽ വരുന്നുണ്ട്. എയുടെ എഫക്റ്റ് കാരണം ബിയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബിലിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി എഴുതാം. പി ഓഫ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ അടിയിൽ എ ആണെങ്കിൽ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ആയിട്ട് പഠിക്കാം. ഇനി പ്രോബിലിറ്റി ഓഫ് ഇവിടെ തന്നെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഓ. ഇതിന്റെ അർത്ഥം എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഈസ് ഹാപ്പനിങ്. ബിയുടെ എഫക്റ്റ് കൊണ്ട് എയിൽ ഉണ്ടാവുന്ന പ്രോബിലിറ്റിയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വേറെ രീതിയിലായിരിക്കും പഠിച്ചത്, കണ്ടീഷണൽ പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞ്. ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയും. കണ്ടീഷണൽ തിയറി ആദ്യം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യും. അപ്പോൾ ബിയുടെ പ്രോബിലിറ്റി ഇത് ബീസ് പ്രോബിലിറ്റി വെൻ എ ഈസ് കംപ്ലീറ്റ്. പ്രോബിലിറ്റി വെൻ എ ഹാപ്പൻ. ഓക്കെ, ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്തോ ഒരു പി ഓഫ് എ വരും. യെസ്, ഇതാണ് സെയിം വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇവിടെ 4/52, ഇവിടെ 4/52. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇത് ജാക്ക് എടുക്കാനുള്ളത്, ഇത് ക്യൂന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റും ഡിപെൻഡന്റ് ഇവന്റും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് എക്സാമ്പിൾ പറയാം. വി ആർ tossing 2 coins are tossed, one head and one tail. Probability of one head and one tail. രണ്ടാമത്തത് taking or drawing 2 cards, probability of ace and king. അപ്പോൾ ഇവിടെ ഒരു ഹെഡും 2 കോയിൻ ടോസ് ചെയ്യുന്നു. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. ഒന്നിൽ കൂടുതൽ വന്നു, ഒന്നിൽ ഹെഡും ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഒന്നിൽ ടെയിലും. അപ്പോൾ ഇതിൽ ഹെഡ് വന്നാൽ ഈ ടെയിലിനെ വല്ലതും ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. ഹെഡ് വന്നാൽ അവിടെ ഹെഡ് വന്നെന്ന് പറഞ്ഞ് അവിടെ അടുത്തത് ടെയിൽ വന്നുകൂടാന്നൊന്നുമില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ഇൻഡിപെൻഡന്റ് ആണ്. കാര്യം രണ്ടിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരെണ്ണത്തിൽ വന്നെന്ന് പറഞ്ഞ് ഇൻഡിപെൻഡന്റ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചുമ്മാ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മാത്രം, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഡിപ്പെൻഡന്റ് ആവത്തുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? വിത്ത് റീപ്ലേസ്മെന്റ് ആയിരിക്കും. അത് തരത്തുമില്ല. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം? പ്രോബിലിറ്റി ഓഫ് ഹെഡ് 1/2 ആണ്, പ്രോബിലിറ്റി ടെയിലും 1/2 ആണ്. 1/2 × 1/2 1/4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എച്ച് ആൻഡ് ടി അല്ലെങ്കിൽ എച്ച് ഇന്റർസെക്ഷൻ ടി. പ്രോബിലിറ്റി ഓഫ് എച്ച് ആൻഡ് ടി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി ഇങ്ങനെയും പറയാം. ഇനി ടേക്കിംഗ് 2 cards അല്ലെങ്കിൽ ഡ്രോയിങ് 2 cards, പ്രോബിലിറ്റി ഓഫ് ഏസ് ആൻഡ് കിങ്. അപ്പോൾ ഇതൊന്നാണ്? ഏസ് എടുത്തു കഴിഞ്ഞാൽ കിങ്ങിന് ചേഞ്ച് ഒന്നുമില്ല. ഏസിനകത്ത് കിങ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 4/52 ആണ് ഏസ് വരാനുള്ളത്, ഇൻറ്റു കിങ് വരാനുള്ളത് 4/52. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഡിപെൻഡന്റ് ഇവന്റിന്റെ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തത്. ഓക്കെ, മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. അത്ര ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, 1 ഏസ് ആൻഡ് 1 കിങ്. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇവിടെ എന്തായി? റീപ്ലേസ്മെന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ ഇതെന്തായി? ഇത് ഡിപ്പെൻഡന്റ് ഇവന്റ് ആയി. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ് ആയി. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്ന ലെവലിൽ മാത്രം പഠിക്കുക. ഒരുപാട് പ്രോബിലിറ്റി നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസും പെർമ്യൂട്ടേഷനും ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും നിങ്ങൾ പഠിക്കേണ്ട ബാക്കി ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഒരു ഏസ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി എന്താണ്? ഇവിടെ ഡിപ്പെൻഡന്റ് കേസാണ്. ഒരു ഏസ് 52 കാർഡിൽ നിന്നും ആദ്യമേ ഏസ് എടുക്കുന്നു 4/52. അടുത്ത കേസിൽ തിരിച്ചെഴുതിയാലും കറക്റ്റാണ്. അടുത്ത കേസിൽ കിങ് എത്ര ഉണ്ട്? 4 കിങ് ആണുള്ളത്. പക്ഷെ എന്താണ്? വിത്ത് റീപ്ലേസ്മെന്റ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് എത്ര ഉള്ളൂ? ഇവിടെ 51 ഉള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് 51 വരത്തുള്ളൂ. ഓക്കെ, 4/51 തിരിച്ചെഴുതിയാലും കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ ബോത്ത് എന്താണ്? രണ്ടും ഏസ് ആണ്. 2 ഏസ് ആണ്. 2 കേസ്. ഒന്ന് വിത്ത് റീപ്ലേസ്മെന്റ്, ഒന്ന് വിത്ത് റീപ്ലേസ്മെന്റ്, ഇത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, വിത്ത് റീപ്ലേസ്മെന്റ് വരുമ്പോൾ എന്ത് വരും? 2 ഏസ് ആവണമെങ്കിൽ 4/52 4/52 രണ്ടും. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ 4/52
എന്താണ് 4/51 രണ്ടാമത്തെ കേസ്. അപ്പോൾ പഠിച്ചു വെക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റും ഡിപെൻഡന്റ് ഡിപെൻഡന്റും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഡിപെൻഡന്റ് ആണെങ്കിൽ അവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ പി ഓഫ് ബി ഗിവൺ എ. ഡിപെൻഡന്റ് ആണെങ്കിൽ ഓക്കെ, അത് തെറ്റിക്കരുത്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എ ആൻഡ് ബി, എയും ബിയും നടക്കണം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൺസെപ്റ്റായിട്ട് പഠിച്ചു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2-3 വട്ടം കണ്ടാൽ മതി, ക്ലാസ് 2-3 വട്ടം കണ്ടാൽ മതി, എന്ത് ചെയ്യും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രോബബിലിറ്റിയുടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പ്രോബബിലിറ്റിയിൽ നമ്മൾ പഠിച്ചു ഇവൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, ഫോർമുല പഠിച്ചു, പ്രോബബിലിറ്റിയുടെ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഫേവറബിൾ ഔട്ട്കം ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി. പിന്നെ കാർഡിൻ്റെ പഠിച്ചു, 2 കോയിൻ, 3 കോയിൻ, 1 ഡൈ, 2 ഡൈസ്, പിന്നെ 52 കാർഡ്സ്, അതെല്ലാം പഠിച്ചു. അഡീഷൻ റൂൾ പഠിച്ചു. മ്യൂച്വലി എക്സ്ക്ലൂസീവും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവും പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ റൂൾ പഠിച്ചു. അതിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീപ്ലേസ്, വിത്ത് റീപ്ലേസ്മെന്റ്. ജസ്റ്റ് ഒരു കോമൺ സെൻസ്. ഡിപെൻഡന്റ് ഇവന്റ് പഠിച്ചു. ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിയറി ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് കോമ്പിനേഷൻ വരുന്ന ടൈപ്പ്. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റിനകത്ത് കോമ്പിനേഷൻ, എന്തുകൊണ്ടാണ് കോമ്പിനേഷൻ എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ്. നമ്പർ ഓഫ് വേസ് ഉണ്ടല്ലോ, നമ്മുടെ സാമ്പിൾ സ്പേസിലെ എണ്ണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഫേവറബിൾ ഔട്ട്കം. അതിനകത്ത് ഈ നമ്പർ ഓഫ് വേസ് കാണാനുള്ള ഒരു വഴിയാണ് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ n സാധനങ്ങളിൽ നിന്നും ഫ്രം n entities we need to select. അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ട് ആർ എണ്ണം സെലക്ട് ചെയ്യണം. അതായത് n എണ്ണത്തിൽ നിന്നും NCR എന്ന് പറഞ്ഞാൽ n എണ്ണം, ടോട്ടൽ n ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 6 നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നാണ്. ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഗുണം 2, 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഗുണം 2 ഗുണം 3. ഓക്കെ, പിന്നെ അടുത്ത വർഷം CGL എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോഴേ ഇത് പഠിച്ചു വെച്ചേക്കും കേട്ടോ. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനും ബാക്കി ഇതിനെയൊക്കെ ഈസി ആയിട്ടൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഞാനൊരു വഴി പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഈ കോമ്പിനേഷൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 5 വൈറ്റ് ബോള്, 4 റെഡ് ബോള്, 2 ഗ്രീൻ ബോളാണ് ഉള്ളത്. ഓക്കെ, ആ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 5 വൈറ്റ് ഉണ്ട്, 4 റെഡ് ഉണ്ട്, 2 ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 11 ബോളാണ് ഉള്ളത്. 11 ബോൾസ് ആണ് ഉള്ളത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്ത് നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, ഒരു റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3 വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി. എല്ലാം പ്രോബിലിറ്റി. നാലാമത്തെ ക്വസ്റ്റ്യൻ 2 വൈറ്റും, പ്രോബിലിറ്റി ഓഫ് 2 വൈറ്റ് ആൻഡ് 2 റെഡ്, 2 വൈറ്റും 2 റെഡും കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് 1 റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു 11 ബോളിൽ നിന്നും ഒരു ബോൾ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ കേസാണ്, 11 കേസ് ഉണ്ട്. 11 ബോളിൽ നിന്നും ഓരോ ബോൾ വെച്ച് എത്ര കേസ് ഉണ്ട്? ടോട്ടൽ നമ്പർ 11 ടൈപ്പ് എടുക്കാം. ഒന്നുകിൽ ആദ്യത്തെ എടുക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ എടുക്കാം, മൂന്നാമത്തെ എടുക്കാം, നാലാമത്തെ എടുക്കാം. അങ്ങനെ 11 കേസ് ഉണ്ട്. അതിൽ ഒരെണ്ണം റെഡ് വരണം. അതിൽ എത്രയാണ്? ഒരെണ്ണം എടുക്കാൻ പറ്റും. എത്ര റെഡ് ഉണ്ട്? 4 റെഡ് ഉണ്ട്. ഓക്കെ, ഈ 4 11 4 എന്ത് വരാം? നമുക്ക് ഫേവറബിൾ ഔട്ട്കം ആണ്. ഒരെണ്ണം എടുക്കുന്നുള്ളൂ, 1 അറ്റ് എ ടൈം ആണ്. വേറെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. 11 ഒരു ഒറ്റ ഇവന്റാണ് നടക്കുന്നത്. 11 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അതിൽ നിന്നും എത്ര എണ്ണം എടുക്കാം? 4 എടുത്തു കഴിഞ്ഞാൽ 4 റെഡ് ആണ്. ഓക്കെ, ഇത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ പ്രോബിലിറ്റി 2 റെഡ്. ഇപ്പോൾ 2 റെഡ് 2/11, അല്ലെങ്കിൽ 2 റെഡ് എടുക്കാനുള്ളത് 2/11 എഴുതി എന്താണ്? പൊട്ട തെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 2/11 എഴുതാൻ പറ്റാത്തത്? 2 റെഡ് അല്ല ഓൾറെഡി അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു റെഡ് ആയിരുന്നെങ്കിൽ, ഒരു റെഡ് കിട്ടണമെങ്കിൽ ഒരു റെഡ് കിട്ടണം. 11 എണ്ണത്തിൽ ഒരു റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 4 എണ്ണം നമുക്ക് റെഡ് ഉണ്ട്. അപ്പോൾ 4 ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റെഡ് കിട്ടും. പക്ഷേ രണ്ടാമത്തെ കേസിൽ 2/11. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു വശപ്പശക ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 11 എണ്ണത്തിൽ നിന്ന് 2 റെഡായിട്ട് എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോൾ ഇവിടെ 5 വൈറ്റ് ഉണ്ട്. 2, 3, 4, 5 വൈറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക.
റെഡ് എത്ര ഉണ്ട്? 1 2 3 4 റെഡ് ഉണ്ട്. ഗ്രീൻ എത്ര ഉണ്ട്? 1 2. ഇവിടെ ഒന്നിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? 2 റെഡ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര കേസ് ഉണ്ട്? നമ്പർ ഓഫ് കേസ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ 2 സെലക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ 2 എടുക്കുന്നത് വൈറ്റ് ആവും, അല്ലെങ്കിൽ ഈ വൈറ്റ് ആവും, അല്ലെങ്കിൽ ഈ വൈറ്റ് ആവും, ഈ വൈറ്റ് ആവും, അല്ലെങ്കിൽ ഒരു വൈറ്റ് റെഡ് ആവാം, ഈ വൈറ്റ് റെഡ് ആവാം, ഈ വൈറ്റ് റെഡ് ആവാം, ഈ വൈറ്റ് റെഡ് ആവാം, അല്ലെങ്കിൽ ഒരു വൈറ്റും ഗ്രീനും ആവാം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈറ്റും ഗ്രീനും ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ ഗ്രീനും ആവാം. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. ഈ ഒറ്റ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് 11 കോമ്പിനേഷൻ ഉള്ളൂ. 1 2 ഒന്നാമത്തെ എടുത്തു, രണ്ടാമത്തെ എടുത്തു, അങ്ങനെ 11 ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിലെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സാമ്പിൾ സ്പേസിലെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എൻ ഓഫ് സാമ്പിൾ സ്പേസിലെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 11 ബോളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 സെലക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഈ കോമ്പിനേഷൻ വെച്ച് ഉപയോഗിക്കുന്നത്. 11 നിന്നും 2 സെലക്ട് ചെയ്യണം. 11 നിന്ന് 2 സെലക്ട് ചെയ്യണം. അപ്പോൾ 11 C2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിനൊരു എളുപ്പമുണ്ട്. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ R ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ഒറിജിനൽ NCRന്റെ ഫോമുല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളിങ്ങനെ 11 C2 വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ 2 ആണുള്ളത്. ഇപ്പോൾ 11 ഇവിടെ ഉള്ള വാല്യൂവിനെ എത്ര വട്ടമാണോ ഇത് എഴുതിയിരിക്കുന്നത് അത്രയും വട്ടം ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 11 ഗുണം ബാക്കിലോട്ട് 10. 2 ഉണ്ടായതുകൊണ്ട് 2 ടേബിൾ മേളിൽ വന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ 2 എഴുതിയിട്ടുള്ളത് 2. 2 നിന്നും ബാക്കിലോട്ട് 1 വരെ പോവാം. 2 ഗുണം 1. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ബൈ 2 ചെയ്യുമ്പോൾ 5. 11 ഗുണം 5 55 വേസ് ഉണ്ട്. 55 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോൾസിനെ എടുക്കാം. ഒന്നുകിൽ ഈ വൈറ്റും ഈ റെഡും, അല്ലെങ്കിൽ ഈ വൈറ്റും ഈ ഗ്രീനും, അല്ലെങ്കിൽ ഈ വൈറ്റും ഈ ഗ്രീനും, അല്ലെങ്കിൽ ഈ വൈറ്റും ഈ റെഡും, ഈ വൈറ്റും ഈ റെഡും, അങ്ങനെ എല്ലാം കൂടി എടുക്കുമ്പോൾ 2 ബോളിനെ നമുക്ക് എത്ര വേസിലെടുക്കാം? 11 C2. 11 എണ്ണത്തിൽ നിന്നും 2 എടുക്കുന്ന രീതിയിൽ ഇത്രയും പോസിബിൾ ഔട്ട്കംസ് നമുക്ക് എന്താണ്? പോസിബിൾ ആണ്. ഇത്രയും പോസിബിൾ ആണ് ആയിട്ടുള്ള വഴികളിൽ, ഇത്രയും നമ്പർ ഓഫ് വേസിൽ നമുക്ക് ഈ ഒരു 2 ബോളുകൾ എടുക്കാം. ഇനി ഈ എടുക്കുന്ന 2 ബോളുകൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ നമ്പർ ഓഫ് ഇത് ടോട്ടൽ ഔട്ട്കം. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ, ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക. കോമൺ സെൻസ് ആണ് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെല്ലാം അതാ ചെയ്യുന്നത്. അപ്പോൾ 11 C2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം ആണ്. ഇനി നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2 റെഡ് വേണം. അപ്പോൾ 2 റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്ക്, ഇവിടെ 4 റെഡ് ഉണ്ട്. 4 റെഡ് ഉണ്ട്. നമ്മൾ ബാക്കിയൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ബാക്കി വൈറ്റിനെയോ ഗ്രീനിനെയോ ഒന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. നമുക്ക് ഈ 4 റെഡിൽ നിന്നും എത്ര രീതിയിൽ നമുക്ക് റെഡിനെ എടുക്കാം? ഒന്നാമത്തെ റെഡ്, രണ്ടാമത്തെ റെഡ്, ഒന്നാമത്തെ റെഡ്, മൂന്നാമത്തെ റെഡ്, ഒന്നാമത്തെ റെഡ്, നാലാമത്തെ റെഡ്, അല്ലെങ്കിൽ രണ്ടാമത്തത് മൂന്നാമത്തത്, രണ്ടാമത്തതും ഒന്നാമത്തതും, അങ്ങനെ പല ഡിഫറൻറ്റ് രീതിയിൽ തന്നെ ഈ 4 റെഡിൽ നിന്നും 2 റെഡിനെ എടുക്കാം. നമുക്കത് മാത്രം മതി. റെഡിനെ മാത്രം എടുക്കുന്നതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അതിനകത്ത് ഗ്രീൻ എന്ന് പറയുന്ന സാധനം വരുന്നില്ല. അപ്പോൾ ടോട്ടൽ 4 റെഡാണ് നമുക്കുള്ളത്. ആ 4ൽ നിന്ന് എത്ര എണ്ണം എടുക്കണം? 4ൽ നിന്ന് 2 എണ്ണം ഡിഫറൻറ്റ് വേസിൽ എടുക്കാൻ പറ്റും. 4 C2. അപ്പോൾ 4 C2 നിങ്ങൾ കണ്ടുപിടിച്ചാൽ 4 C2 നിങ്ങൾക്ക് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 - 2 ഫാക്ടോറിയൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 4 ഗുണം 3, 2 ആയതുകൊണ്ട് ഒരു വട്ടം ബാക്കിലോട്ട് പോയി 2 ഗുണം 1. അപ്പം എത്ര തവണ? 6 രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, ഒന്നാമത്തേത് ഇങ്ങനെ 3 തവണയായി. ഇതും എടുക്കാം 4, ഇതും എടുക്കാം 5, അങ്ങനെ 6 എണ്ണം ടോട്ടൽ വരും. അങ്ങനെ 6 തവണ നമുക്ക് എടുക്കാം. അപ്പോൾ 4 C2 ഡിവൈഡഡ് ബൈ 11 C2. ഇതാണ് കോമ്പിനേഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വേറെ ക്ലാസ്സിലൊക്കെ കാണുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ല ക്ലാസ്സാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡൗട്ട് അവിടെ വരത്തില്ല. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി പ്രോബിലിറ്റി ഓഫ് 3 വൈറ്റ് ബോൾ ഇനി എല്ലാം ചെയ്യാമല്ലോ. ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെ പേടിപ്പെടുത്തത്തില്ലല്ലോ. 3 വൈറ്റ് ബോൾ. അപ്പോൾ നമുക്ക് 11 ബോളിൽ നിന്നും ടോട്ടൽ ഔട്ട്കം എന്താണ്? 11 എണ്ണത്തിൽ നിന്നും നമുക്ക് എത്ര എണ്ണം തിരഞ്ഞെടുക്കണം? 3 എണ്ണം തിരഞ്ഞെടുക്കണം. 11 എണ്ണത്തിൽ നിന്നും 3 എണ്ണം എടുക്കാനുള്ള കുറേ വേസ് ഉണ്ട്. അതിൽ 3 വൈറ്റ് ബോൾ. അപ്പോൾ ടോട്ടൽ 5 വൈറ്റ് ഉള്ളതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം കണ്ടുപിടിക്കണം? 3 എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂസ് നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാം. ഇത് അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രോബിലിറ്റി 2 വൈറ്റ് ആൻഡ് 2 റെഡ്. 2 വൈറ്റ് ആൻഡ് 2 റെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ബോൾ എടുക്കുന്നത്? 4 ബോൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 11 എണ്ണത്തിൽ നിന്നും 4 ബോൾ എടുക്കാൻ വേണ്ടി 11 C4 ആണ്. ഓക്കെ, 11 എണ്ണത്തിൽ നിന്നും 4 ബോൾസ് എടുക്കണമെങ്കിൽ 11 C4 ആണ് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. 11 എണ്ണത്തിൽ നിന്നും എത്ര എണ്ണം എടുക്കണം? 4 എണ്ണം എടുക്കണം. ഇനി മേളിൽ എന്ത് വരും? 2 വൈറ്റ് എന്ന് പറഞ്ഞാൽ 5 വൈറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? 5 വൈറ്റിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുക്കണം. അതുപോലെ ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മസ്റ്റായിട്ട് നടക്കണം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നടക്കുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എത്ര എണ്ണം? 2 റെഡും വേണം. 2 റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് 4 എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണം? 2 എണ്ണം. ഇത് റെഡ് മാത്രം എടുക്കാനുള്ളത്, ഇത് വൈറ്റ് മാത്രം എടുക്കാനുള്ളത്. നമ്മൾ അതിനെ മാത്രമേ ബോധർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 5 C2 × 4 C2 ഡിവൈഡ് ബൈ 11 C4 ആണ്. ഈ ഒരു ബോക്സിൽ നിന്നും എന്തെടുക്കാനുള്ളത്? 2 വൈറ്റും 2 റെഡും എടുക്കാനുള്ള പ്രോബിലിറ്റി. മനസ്സിലായെങ്കിൽ ജസ്റ്റ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേ. യെസ്, ഇനി ഇതേ പാത്രത്തിൽ നിന്ന് തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ. 3 വൈറ്റും 2 റെഡും 2 ഗ്രീനും എടുക്കണം. ഇവിടെ എന്താ എത്ര ബോളുള്ളത്? നമുക്ക്
11 ബോളാണ് ഉള്ളത്. ഇതിന് എത്ര എടുക്കണം? 3 2 5 2 7. 11 C7 ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. 3 വൈറ്റ്, അതായത് 5 എണ്ണത്തിൽ നിന്നും 3 എണ്ണം എടുക്കണം ഇൻറ്റു, എല്ലാം ആൻഡ് ആണ്. 4 എണ്ണത്തിൽ നിന്നും 2 റെഡ് എടുക്കണം ഇൻറ്റു ബാക്കി ഗ്രീൻ എത്രയായിരുന്നു? 2 എണ്ണം. 2 അടുത്തിൽ നിന്നും 2 ഗ്രീൻ. 2 അടുത്തിൽ നിന്ന് 2 ഗ്രീൻ എടുക്കാൻ എത്ര? ഒരു വഴിയുള്ളൂ. 2C2 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 1 ഡിവൈഡ് ബൈ 2 × 1. 1 × 2C2 NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ്? 2 എണ്ണത്തിൽ നിന്നും 2 ഗ്രീൻ. 2 ഗ്രീൻ ഉണ്ട്. 2 ഗ്രീൻ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റും? ഒരു വേയിലേ എടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു വേ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കോമ്പിനേഷൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ കോമ്പിനേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യം, വലുതായിട്ടൊന്നും മുന്നോട്ട് പോകണ്ട. കോമ്പിനേഷനകത്ത് 0 ഫാക്ടോറിയൽ നമുക്കറിയാം 1 ആണ്, 1 ഫാക്ടോറിയലും 1 ആണ്. ഇനി NC(n-1) എന്ന് പറയുന്നതും NC1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? n തന്നെയാണ്. NC1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? n തന്നെയാണ്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 n എന്ന് വരും. 1 എന്ന് വരും. അതായത് NC1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതേ NC1 ഉം NCn-1 എന്ത് തന്നെയാണ്? സെയിം തന്നെ. ഓക്കെ, അപ്പോൾ NCn ഉം NC0 ഉം ഇതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. NCn ഉം NC0 എത്രയാണ്? 1 തന്നെയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, ഇവിടെ വിസിബിൾ ആണല്ലോ. ഇന്ന് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ എക്സാം വരുവാണ്. എക്സാം ശനിയാഴ്ച അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കോമ്പിനേഷനകത്ത് NCn എന്ന് പറയുന്നത് NC0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇപ്പോൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോമുല വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. യെസ്, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ 12C4 ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12 സ്റ്റാർട്ട് ചെയ്ത് 11 10 9, അതായത് 4 വട്ടം ബാക്കിലോട്ട് പോകണം. 4 വരെ എഴുതിയിരിക്കുന്നുണ്ട്. എത്രയാണോ എഴുതിയിരിക്കുന്നത് അത്രയും ബാക്കിലോട്ട് പോകണം. ഇനി താഴെ എന്ത് വരും? 4 ഗുണം 3 ഗുണം 2 ഗുണം 1. എത്ര? ഇവിടെ നിന്നും ബാക്കിലോട്ട് 1 വെച്ച് കുറച്ച് 1 വരെ എത്തണം. ഇനി 15C3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 15C3 എന്ന് പറഞ്ഞാൽ 15 14 13 വരും. 3 എണ്ണം ബാക്കിലോട്ട് പോയി. ഇവിടെ നിന്ന് 3 2 1. ഇനി 20C4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20 19 18 17. 4 എണ്ണം ബാക്കിലോട്ട് പോയി. താഴെ എന്ത് വന്നു? 4 3 2 1. 20C4. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ തിയറി ഫുള്ളായിട്ട് എന്ത് ചെയ്തു? തിയറി കംപ്ലീറ്റ് ആക്കി. തിയറി കംപ്ലീറ്റ് ആക്കി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇനി ഓഡ്സ് ഇൻ ഫേവർ ഉണ്ട്. ഓഡ്സ് ഇൻ ഫേവർ ആൻഡ് ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ്. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്വസ്റ്റ്യനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. യെസ്, ഇപ്പോൾ പ്രോബിലിറ്റിയുടെ
പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഉറപ്പ് തരുന്നത് നിങ്ങൾ ഈ ഒരു 3 ക്ലാസ് കണ്ടിട്ട് പോയാൽ മതി. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. വന്നിട്ടുള്ള മെയിൻസിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും പഠിച്ചിട്ട് പോവാം. നിങ്ങളുടെ സിലബസിൽ സിമ്പിൾ പ്രോബബിലിറ്റി എന്നാണ് സിലബസിൽ വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് 90% ചാൻസ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ സമയം പ്രോബബിലിറ്റിക്ക് വേണ്ടി കളയേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് 3 നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി ചെയ്തേ. ഇതൊന്ന് വായിച്ചു നോക്കി ചെയ്തേ. നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് 2-3 ക്ലാസ്സുകളായിട്ട് തിയറി എല്ലാം പഠിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 2 unbiased coins are tossed up simultaneously. Find the probability of getting 2 tails. 2 tail കിട്ടാനുള്ള പ്രോബിലിറ്റി ആണുള്ളത്. ഇപ്പോൾ 2 കോയിൻസ് എന്ത് ചെയ്യുക, ടോസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ കിട്ടാനുള്ളത്? 2 raised to 2 ആണ്. അതായത് 4 ആണ് ടോട്ടൽ സാമ്പിൾ സ്പേസ്. ഹെഡ് വരാം, ഹെഡ് ടെയിൽ വരാം, ടെയിൽ ഹെഡ് വരാം, അതുപോലെ ടെയിൽ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോബിലിറ്റി ഗെറ്റിംഗ് 2 tail കിട്ടാനുള്ള പ്രോബിലിറ്റി ഇതാണ്. ഒരു കേസാണ് എത്രയിൽ? ടോട്ടൽ 4. 1/4 ഓപ്ഷൻ ബി ആൻസർ കൊടുക്കാം. 1 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി, 1 ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹെഡാണ്, ഇതിലൊരു ഹെഡാണ്, ഇതിലൊരു ഹെഡാണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. എത്രയിൽ? 4. ടോട്ടൽ സാമ്പിൾ സ്പേസ് 4 ആണ്. NOV ബൈ നമ്പർ ഓഫ് ഇവൻസ് ഇൻ സാമ്പിൾ ഫേവറബിൾ ഇവന്റ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസ്. തിയറി നമ്മൾ അവിടെ പഠിച്ചാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളൂ. 1/2 ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 1 ടൈൽ, ഒരു ടൈലെങ്കിലും കിട്ടാൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ടൈലാണ്. അപ്പോൾ ഒരു ടൈലെങ്കിലും വേണം. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മൂന്നിടത്ത് ടോട്ടൽ 4. അറ്റ്ലീസ്റ്റ് 1 ടൈൽ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഓൾ ഹെഡാണ്, അല്ലേ? അല്ലെങ്കിൽ നോ ടൈൽ, ഓൾ ഹെഡ് ഓർ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ ടൈൽ. ടെയിൽ ഇല്ലാത്തതിൽ നിന്നും 1 ടോട്ടൽ പ്രോബിലിറ്റി. ടെയിൽ ഉള്ളതും ടെയിൽ ഇല്ലാത്തത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇപ്പോൾ ടെയിൽ ഇല്ലാത്തത് 1-ൽ നിന്ന് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് നോ ടൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് മാത്രമാണ്. 1 മൈനസ് 1/4, അതും തന്നെ എന്ത് കിട്ടും? 3/4. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത് അതിൻ്റെ എന്ത് കിട്ടി? 3/4 ഓപ്ഷൻ എ കിട്ടി. അടുത്ത് അറ്റ്മോസ്റ്റ് 1 ടൈൽ. അറ്റ്മോസ്റ്റ് 1 ടൈൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ടൈലേ പാടുള്ളൂ. അതായത് 0 ടൈലും വരാം, അതുപോലെ 1 ടൈൽ, മാക്സിമം ഒരു ടൈലേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മാക്സിമം 0 ടൈൽ വരുന്ന ഏതാണ്? ഇത്. 1 ടൈൽ വരുന്ന ഏതാണ്? ഇതും. അപ്പോൾ അങ്ങനെ 1, 2, 3 മൂന്നെണ്ണം എത്രയല്ലേ? 4. കാര്യം അറ്റ്മോസ്റ്റ് 1 ടൈൽ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഫുൾ ടൈൽ, അതായത് മൊത്തം ഓൾ ടൈൽ. 1 മൈനസ് ഓൾ ടൈലാണ് മൊത്തം ടൈൽ വരുന്നത്. അപ്പോൾ ഇത് ഈ കേസ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനെയാണ് ചെയ്തത്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ടൈൽ 1 ടൈൽ. യെസ്, അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 3/4 കിട്ടും. അടുത്ത നോ ടൈൽ, ഒരു ടൈലും കിട്ടാത്തത്. നോ ടൈൽ കിട്ടാത്ത ഏതാണ്? ഇവിടെ ഹെഡ് മാത്രമേ ഉള്ളൂ. അത് ഒരു കേസാണുള്ളത്. എത്രയിൽ? 4. 1/4 നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വേഗം ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാം. ഇഫ് 2 കോയിൻസ്, നിങ്ങളുടെ എല്ലാ മെയിൻസിന്റെ ക്വസ്റ്റ്യനും എടുത്തിട്ടുണ്ട്. ഇഫ് 2 കോയിൻസ് ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് 1 കോയിൻ വിൽ ഗെറ്റ് ഹെഡ് ആൻഡ് അതർ കോയിൻ വിൽ ഗെറ്റ് ടെയിൽ? ഇവിടെ നമുക്ക് ഹെഡ് ടെയിൽ, ഹെഡ് ടെയിൽ. ഇതൊക്കെയാണ് നമ്മുടെ 2 കോയിൻ. 2 കോയിൻസ് ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്യുന്നു. രണ്ടിടത്തും സാമ്പിൾ സ്പേസ് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് 1 കോയിൻ വിൽ ഗെറ്റ് ഹെഡ്? ഒരെണ്ണം ഹെഡ് കിട്ടുന്നു, മറ്റേത് ടെയിൽ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു കേസ്, ഇവിടെ ഒരു കേസ്. ബാക്കി 2 കേസിനും ഹെഡും ടെയിലും. അങ്ങനെ 2 കേസുണ്ട്. എത്രല്ലേ? ടോട്ടൽ 4. 1/2 ഇതാണ് പ്രോബിലിറ്റി. 1/2 ചിലപ്പോൾ 0.5 തരും, അല്ലെങ്കിൽ 50% എന്ത്? 1/2 എന്നാണ് 50%. അത് പെർസെൻറ്റേജ് പഠിച്ചാൽ. അടുത്ത 3 unbiased coins are tossed up. 3 കോയിൻസ് ടോസ് ചെയ്താൽ 2 raised to 3, അതായത് 8 കേസാണെങ്കിൽ നമ്മൾ ഉണ്ടാവുന്നത്. അത് ജസ്റ്റ് ഇത്രയും ക്വസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. ഏതൊക്കെ വരും? H 3 ഹെഡ് വരാം. H T, അതുപോലെ T H എഴുതാൻ പറ്റുമെങ്കിൽ അതായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. T H T മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി T H then T ഇത്രയാണ് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അത് ഓൾ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി. ഓൾ ഹെഡ് വരുന്ന ഒരു കേസാണ്. എത്രല്ലേ? 8 ആണ്. 1/8 നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത അറ്റ്ലീസ്റ്റ് 1 ടൈൽ. അറ്റ്ലീസ്റ്റ് 1 ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൈല്, 2 ടൈല്, അതുപോലെ 3 ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 0 ടൈൽ, അല്ലെങ്കിൽ ഓൾ ഹെഡ്. അത് ചെയ്താൽ പോരെ? 1 മൈനസ് 0 ടൈൽ, അല്ലെങ്കിൽ ഓൾ ഹെഡ് വരുന്നത് എത്രയാണ്? 1/8 ആണ്. 1 മൈനസ് 1/8 7/8 ഓപ്ഷൻ എ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ടൈല്, 2 ടൈല്, 3 ടൈൽ. ഇതിൽ മാത്രമേ ഉള്ളൂ എന്തുള്ളൂ? ടൈൽ ഇല്ലാത്തത്. ഇവിടെ ഒരു ടൈലുണ്ട്, ഇവിടെ ടൈലുണ്ട്, ടൈൽ 2 ഉണ്ട്, ടൈൽ 2 ഉണ്ട്, ടൈൽ 2 ഉണ്ട്, ടൈലുണ്ട്. അപ്പോൾ ബാക്കി 7 കേസിൽ എന്തുണ്ട്? ടൈലുണ്ട്. ടോട്ടൽ 8. അങ്ങനെയും ചെയ്യും. അടുത്ത എക്സാക്ട്ലി 2 ഹെഡ്. എക്സാക്ട്ലി 2 ഹെഡ് വരുന്നത് എവിടെ? ഈ ഒരു കേസ്, 3 കേസ്. 3 കേസിൽ ടോട്ടൽ എത്രല്ലേ? 8. 3/8. എങ്ങനെയാണ് നമ്മൾ പഠിച്ച
കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത 3 coins are tossed. ഇപ്പോൾ 2 cube 8 എണ്ണമാണ് സാമ്പിൾ സ്പേസിലുള്ളത്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് നെയ്തർ 3 heads nor 3 tails are obtained? നെയ്തർ 3 heads nor 3 tails എന്ന് പറഞ്ഞാൽ 3 ഹെഡോ അല്ലെങ്കിൽ 3 ടെയിലോ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് നെയ്തർ ഹെഡ് നോർ 3 tails. അത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 3 ഹെഡും ആൻഡ് 3 ആൻഡ് അല്ല ഇവിടെ ഓറാണ് വരുന്നത്. ഓക്കെ, കാര്യം ഒറ്റ തവണ ആൻഡ് വരുന്ന എപ്പോഴാണ്? 2 വട്ടം എടുക്കുമ്പോഴാണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ 3 ടെയിൽ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓറാണ്, ഇവിടെ പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. അപ്പോൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 3 ഹെഡ് അല്ലെങ്കിൽ 3 ടെയിൽ എന്നാണ്. 3 ഹെഡ് വരാനുള്ളത് 1/8 ആണ്. ഹെഡ് 3 ടെയിൽ വരാനും 1/8 ആണ്. അപ്പോൾ 2/8, 1/8 പ്ലസ് 1/8 ഓർ വന്നത്. 1 മൈനസ് 1/4, അതായത് 3/4. 3/4 ആയിരിക്കും അവിടെ നെയ്തർ 3 ഹെഡ് നോർ 3 ടെയിൽ. അല്ലെങ്കിൽ നമുക്ക് 6 കേസ് ഉണ്ട്. 6 കേസിൽ എന്തല്ല 3 ഹെഡും വരത്തില്ല 3 ടെയിലും വരത്തില്ല. അങ്ങനെ 8 6/8 3/4 അങ്ങനെയും ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് 4 coins are tossed. 4 coins എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 4 ആണ്. ഇപ്പോൾ 2⁴ 16 കേസസ് ആണ് സാമ്പിൾ സ്പേസിലുള്ളത്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 3 coins get heads or tails? അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 coins get head or tail എന്ന് പറഞ്ഞാലേ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 3 എണ്ണം എങ്കിലും ഹെഡ് ഓ ടെയിൽ. അപ്പം ഹെഡ് ഓ ടെയിലോ 3 എണ്ണം എങ്കിലും കിട്ടാത്ത ഏതൊക്കെയാ? 3 എണ്ണം എങ്കിലും കിട്ടാത്ത ഏതൊക്കെയാ? ഹെഡ് ടെയിൽ ടെയിൽ, ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ, ഹെഡ് ടെയിൽ ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ, ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ്, ടെയിൽ ടെയിൽ ഹെഡ് ഹെഡ്. ഇത്രയും കേസിൽ എന്ത് വരത്തില്ല? 3 ടെയിലും 3 പോകത്തില്ല, ഹെഡും 3 പോകത്തില്ല. ബാക്കി എല്ലാ കേസിലും മിനിമം ഹെഡ് 3 എണ്ണം പോവും, അല്ലെങ്കിൽ ഹെഡ് 4 എണ്ണം പോവും, ടെയിലും അതേപോലെ 3 4 പോവും. ഇത് എത്ര കേസ് ഉണ്ട്? 1 2 3 4 5 6. ഈ 6 കേസിൽ എന്തില്ല? അറ്റ്ലീസ്റ്റ് 3 coins ഓഫ് ഗെറ്റ് ഹെഡ് ഓർ ടെയിൽ കിട്ടത്തില്ല. ഇവിടെ ഓറാണ്. അതായത് ടോട്ടൽ 6 അങ്ങനെയല്ല, 10 എന്തായിരിക്കും? മിനിമം 3 ഹെഡ് അല്ലെങ്കിൽ 3 ടെയിൽ ഉണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 10 വേണമെങ്കിൽ ഫുൾ എഴുതാം, 15 ഫുൾ എഴുതാം, അല്ലെങ്കിൽ ഇതൊരു കോമൺ സെൻസ് പോലെ ഓരോ ഹെഡിനെ മാറ്റി മാറ്റി ചെയ്യും. ഓക്കെ, 10 ആണ് നമുക്ക് വേണ്ടത്. എത്രയില്ല ടോട്ടൽ? 16. നമുക്ക് 2 വെച്ച് കിട്ടുമ്പോൾ 5/8. ഓക്കെ, സമയം എഴുതാനും കുഴപ്പമില്ല, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി, പ്രശ്നമില്ല. അടുത്ത എ കോയിൻ ഈസ് ടോസ്ഡ് 5 times. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്? അപ്പോൾ ഈ ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻ വെച്ച് എങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ സ്ഥലത്ത് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടതാണ്. കോയിൻ ഈസ് ടോസ്ഡ് 5 times എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാമ്പിൾ സ്പേസ് 2⁵5, 32 കേസാണുള്ളത്. 32 ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. മേളിലുള്ളത് എക്സാക്ട്ലി 2 ഹെഡ്. അപ്പോൾ എക്സാക്ട്ലി 2 ഹെഡിനെ നിങ്ങൾ 5C2, ആൻസർ ഇതാണ് 5C2 / 32. അപ്പോൾ എങ്ങനെയാണ് ഈ 5C2 വന്നത്? നിങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടു കാണും. ഈ 5C2 എങ്ങനെ വന്നു? അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എന്ത് കാര്യങ്ങളും കോമൺ സെൻസ് പ്രാക്ടിക്കലായിട്ട് പഠിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 times കോയിൻ ടോസ് ചെയ്യുന്നു. അതായത് ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം. രണ്ടാമത്തെ കേസിൽ ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം, ടെയിൽ വരാം. അതുപോലെ ഹെഡ് വരാം, ഹെഡ് വരാം, ഹെഡ് വരാം, ടെയിൽ വരാം, ഹെഡ് വരാം. ഇങ്ങനെ എത്ര കേസുണ്ട്? 32 കേസ് ഇതേപോലെ വരും. അതാണ് നമ്മളുടെ ടോട്ടൽ കേസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്ന സാധനം പ്രോബിലിറ്റി, നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാക്ട്ലി 2 ഹെഡ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ബോധർ അല്ല, നമ്മൾ ഒന്നിനെ പറ്റിയും ബോധരല്ല. നമുക്ക് ഇതിൽ നിന്നും 2 ഹെഡിനെ പിക്ക് ചെയ്യണം. അപ്പോൾ 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു 5 എണ്ണത്തിൽ നിന്നും ഈ 2 ഹെഡ് ആവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ 3ാമത്തെ ആവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ 4ാമത്തെ ആവാം, അല്ലെങ്കിൽ ഒന്നാമത്തെയും 5ാമത്തെ ആവാം. അപ്പോൾ ഇതിൽ നിന്നും ഇതിൽ നോക്ക്, ഇപ്പം ഇങ്ങനെ വരുവാണ്. ടെയില് ടെയില് ഹെഡ് ടെയില് ഹെഡ് ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ ഇതും തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. ഇതിൽ നിന്ന് ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ 2 ഹെഡ് കിട്ടാനുള്ളത്. ഇതിൽ നിന്ന് ഈ ഒരു പോസിബിലിറ്റി എടുക്കാം, ഈ ഒരു പോസിബിലിറ്റി എടുക്കാം, ഈ ഒരു പോസിബിലിറ്റി എടുക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണുള്ളത്. പക്ഷേ ഈ 5 എണ്ണത്തിൽ നിന്നും എന്ത് ചെയ്യണം? ഇതിൽ നിന്നും 2 ഹെഡ്, എക്സാക്ട്ലി 2 ഹെഡ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, ഇതിൽ നിന്ന് എക്സാക്ട്ലി 2 ഹെഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാക്ട്ലി 2 ഹെഡ് എത്ര രീതിയിൽ ചെയ്യാം? 1 2 അങ്ങനെ 1 കേസ് 2 കേസ് അങ്ങനെ ചെയ്യാം. അതേപോലെ എക്സാക്ട്ലി 2 ഹെഡ്. ഓക്കെ, 5 times പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്. ഓക്കെ, ഓരോ തവണയും 2 ഹെഡ് മാത്രം കിട്ടുന്നത്, 2 ഹെഡ് മാത്രം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, 2 ഹെഡ് മാത്രമുള്ളത്. ഈ ഒരു കേസ്, അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഈ 5 എണ്ണത്തിൽ നിന്നും 2 ഹെഡ് മാത്രമുള്ളത്. അപ്പോൾ അത് ചിലപ്പം ഹെഡ് ടെയിൽ ടെയിൽ ടെയിൽ. അപ്പോൾ ഇവിടെ എന്താണ്? ഹെഡ് ടെയിൽ ടെയിൽ ടെയിൽ, ഹെഡ് ടെയിൽ ടെയിൽ ടെയിൽ. ഇങ്ങനെയാണെങ്കിൽ
എന്താണ് ആദ്യത്തെ 2 ഹെഡ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഹെഡ് തന്നെ അപ്പുറത്ത് പോവാം. ഹെഡ് ടെയിൽ 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 ഹെഡ്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു 5 എണ്ണം കോയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ യെസ്, ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? 5 എണ്ണത്തിൽ നിന്നും ഈ 5 എണ്ണത്തിൽ നിന്നും എക്സാക്ട്ലി 2 ഹെഡ്, അതായത് ഇങ്ങനെ വരാം. ഇത് ഹെഡ് ടെയില് ഹെഡ് ടെയില് ടെയില്, ഇതിൽ നിന്നും ഈ ഒരു കേസ് വരാം. അപ്പം അങ്ങനെ നമുക്ക് എത്ര കേസ് അങ്ങനെ പോസിബിൾ ആണ്? 5 എണ്ണത്തിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്ക് 2 എണ്ണം, ചിലത് 2 എണ്ണം, അത് ടെയിലാവും. ഇപ്പം ടെയിൽ എക്സാക്ട്ലി 2 ടെയിലായാലും സെയിം 5 എണ്ണത്തിൽ നിന്നും 2 എണ്ണം എടുക്കുന്ന അതേ പ്രോബിലിറ്റി എടുത്തോളൂ. അപ്പം കോമ്പിനേഷൻ എടുക്കുന്നത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലും ഈ ക്ലാസ്സിന്റെ തുടക്കത്തിലും പറഞ്ഞു. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് ഈ 5 എണ്ണത്തിൽ നിന്നും നമുക്ക് എക്സാക്ട്ലി 2 എണ്ണം വേണം. അതിനുള്ള പ്രോബിലിറ്റി, അതിനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 5C2 ആണ്. ഇതിനകത്ത് എന്ത് വരും? 5C2 എന്ന് പറഞ്ഞാൽ 5 × 4, 2 എണ്ണം ബാക്കിലോട്ട്, 2 × 1 ഡിവൈഡ് ബൈ 32, താഴത്തെ 32 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇത് 10 വേസിൽ അങ്ങനെ ഉണ്ട്, 10 കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 16, 5/16, ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഞാൻ കോമ്പിനേഷൻ്റെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കോമ്പിനേഷൻ്റെ 5 വൈറ്റ് ബോൾസും 4 റെഡ് ബോളും 2 ഗ്രീൻ ബോളിൽ നിന്നും എടുക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതേ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. യെസ്, അടുത്ത സെലക്ഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. യെസ്, അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. യെസ്, ശരി. എ കോയിൻ ഈസ് ടോസ്ഡ് 8 ടൈംസ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോയിൻ എത്ര തവണ ടോസ് ചെയ്യുന്നു? 8 തവണ. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 2⁸ ആയിരിക്കും. പ്രോബിലിറ്റി ഗെറ്റിംഗ് എക്സാക്ട്ലി 6 ടൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യണം? 6 ടൈല് നമുക്ക് എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. 8 എണ്ണത്തിൽ നിന്നും അത് 6 എണ്ണം, 8 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം ഏതൊക്കെ രീതിയിൽ ചെയ്യാം? 8 ആണ് ഉള്ളത്, അതിനകത്ത് 6 എണ്ണം എക്സാക്ട്ലി 6 എന്തായിരിക്കണം? ടൈലായിരിക്കണം. അത് 6 ഹെഡ് ആയാലും അത് തന്നെ പ്രോബിലിറ്റി വരും. 8C6 ഡിവൈഡ് ബൈ 2⁸ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വേസ് ടൈൽസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 8 കേസ്. അതായത് 8 തവണയാണ് ടോസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് 6 എണ്ണം വരുന്ന എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 866 ഡിവൈഡ് ബൈ 2⁸. 8 എന്ന് പറഞ്ഞാൽ 8C6. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 8 × 7 × 6 × 5 × 4 × 3 എത്ര ആയി? 2 4 6 ഡിവൈഡ് ബൈ 6 × 5 × 3 × 4 × 3 × 2 × 1 1 വരെ പോവാം. ഡിവൈഡ് ബൈ 2⁸ ഉണ്ട്. ഇവിടെ 2⁸ ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഓക്കെ, ബാക്കി കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 3 4 5 6 വരെ വെട്ടിപ്പോയി. 3 4 5 6 വരെ വെട്ടിപ്പോയി. ഒരു 2 ഇവിടെ 4 ആയി, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 2⁸, വേറെ ഒന്നുമില്ലല്ലോ. താഴെ 2⁸ ആണ്, മേലിൽ നിന്ന് 2�6 വരും. 7 ഡിവൈഡ് ബൈ 2�6, 7/64. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. ഇനി ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത കോയിൻ ഈസ് ടോസ്ഡ് 9 ടൈംസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. പ്രോബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 ടൈൽസ്. അപ്പോൾ 9 ടൈംസ് ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് എന്താണ്? 2�9 ആണ്. അറ്റ്മോസ്റ്റ് 2 ടൈൽ. അറ്റ്മോസ്റ്റ് 2 ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 2 ടൈലേ വരാവൂ. അതിൻ്റെ അർത്ഥം അവിടെ 0 ടൈല് 1 ടൈല്, അതുപോലെ 0 ടൈലും 1 ടൈല് 2 ടൈല് ഇതേ വരാവൂ അല്ലേ? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ടൈലേ വരാവൂ. മിനിമം അറ്റ്ലീസ്റ്റ് ആകുമ്പോഴാണ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ 0 ടൈല്, അല്ലെങ്കിൽ 1 ടൈല്, അല്ലെങ്കിൽ 2 ടൈലേ വരാവൂ. അപ്പോൾ ബാക്കി 3 ടൈല് 4 ടൈൽസ് 5 ടൈൽസ് 6 ടൈൽസ് 7 ടൈൽസ് 8 ടൈൽസ് 9 ടൈൽസ്, അതായത് 9 തവണയും 3 തവണയും ടൈല് വരുന്നു, 4 തവണയും ടൈല് വരുന്നു, 9 തവണയും ടൈല് വരുന്നു. ബാക്കിയെല്ലാം ഹെഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു കാര്യം നമുക്ക് വേണ്ടത് എന്താണ്? ഇതാണ്. അപ്പോൾ 0 ടൈല് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0 ടൈല് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ 0 ടൈല് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 9C0 ആണ്. അതായത് ഒരു പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ, എല്ലാം ഹെഡ് വരുന്നത്. അതാണ് ഒന്നെന്ന് പറയുന്നത്. 9 9 എണ്ണത്തിൽ നിന്നും എത്ര? 0 സെലക്ട് ചെയ്യുന്നു. 9 എണ്ണത്തിൽ നിന്നും 0 സെലക്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫോർമുല ഇട്ടാലും 1 കിട്ടത്തുള്ളൂ. ഈ 1 ടൈല് കിട്ടുന്ന കേസോ?
വൺ ഡേയിൽ കിട്ടുന്ന എത്ര കേസ് ഉണ്ട്? വൺ ഡേയിൽ കിട്ടുന്നത് നമുക്ക് 9C1 ഒരു കേസ് വരത്തുള്ളൂ, ബാക്കി എല്ലാം ഹെഡ് ആയിരിക്കും. ഒരു കേസ് 9C1 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 9 മൈനസ് 1 ഫാക്ടോറിയൽ. 9C1 എന്ന് വെച്ചാൽ 9 ആണ്, 9 കേസ് ഉണ്ട്. ഒന്നുകിൽ ആദ്യം ടൈൽ വരാം, ബാക്കിയെല്ലാം ഹെഡ് വരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈൽ വരാം, ബാക്കിയെല്ലാം ഹെഡ് വരാം, മൂന്നാം ടൈൽ വരാം, ബാക്കിയെല്ലാം ഹെഡ് വരാം. പക്ഷെ ആലോചിച്ചെല്ലാം കിട്ടും. 2 ടൈൽ വരുന്നത് എത്ര കേസ് ഉണ്ട്? 2 ടൈൽ എന്ന് പറഞ്ഞാൽ 9 എണ്ണത്തിൽ നിന്നും 2 എണ്ണം സെലക്ട് ചെയ്യണം. 9 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുന്ന കേസ് 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1, അതായത് 9 ഇൻറ്റു 4 36 കേസ് ഉണ്ട്. 36 വേസിൽ എന്ത് ചെയ്യാം? നമുക്ക് 2 ടൈൽ കിട്ടാം. ആ 9 എണ്ണത്തിൽ നിന്ന് 2 ടൈൽ 36 വേസിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഞാൻ ടോട്ടൽ എത്ര ഉണ്ട്? 9 10 36 46 കേസ് നമുക്ക് ഫേവറബിൾ ആണ്. അപ്പം 46 നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് 46 കേസസിൽ അറ്റ്മോസ്റ്റ് 2 ടൈൽസ് ആയിരിക്കും. ടോട്ടൽ എത്രയിൽ? 2⁹9. 2⁹9 എന്ന് പറഞ്ഞാൽ 46, 2⁹9 എന്ന് പറഞ്ഞാൽ 500 എത്രയാണ്? 12 ആണ്. 512 ആണ്. അപ്പോൾ നമുക്ക് 2 വെച്ച് കിട്ടുമ്പോൾ 23 ഡിവൈഡ് ബൈ 256, ഓപ്ഷൻ ബി. ഇനി ഇങ്ങനത്തുള്ള ക്രോയിന്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇത് തെറ്റരുത്. അപ്പോൾ പ്രോബിലിറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ക്ലാസ് മാത്രം കണ്ടുപോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, കോയിൻ ഈസ് ടോസ്ഡ് 7 ടൈംസ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ടൈംസ്. ഇവിടെ എന്താണ് അറ്റ്ലീസ്റ്റ് 2 ടൈം? 7 ടൈംസ് ടോസ് ചെയ്താൽ 2⁻7 ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അറ്റ്ലീസ്റ്റ് 2 ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈല്, 3 ടൈല്, 4 ടൈല്, അങ്ങനെ 5 ടൈൽ വരാം, 6 ടൈൽ വരാം, 7 ടൈൽ വരാം. നമുക്ക് വേണ്ടാത്ത ഏതാ? 0 ടൈലും വേണ്ട, 1 ടൈലും വേണ്ട. ഇത് രണ്ടും വേണ്ട. ഇതിന്റെ 2 പ്രോബിലിറ്റി എന്താ? 0 ടൈലിന്റെ പ്രോബിലിറ്റി 7C0 ആണ്. 7 എണ്ണത്തിൽ നിന്നും 0 ടൈൽ എന്ന് പറഞ്ഞാൽ NC0 1 ആണ്. 7C1 ഒരു ടൈലിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 7C1 എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇങ്ങനെ 8 കേസിൽ എന്തില്ല? അറ്റ്ലീസ്റ്റ് 2 ടൈൽ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടുന്ന 2⁻7 എന്ന് പറഞ്ഞാൽ എത്ര? 2⁻7 എന്ന് പറഞ്ഞാൽ 128 ആണ്. 128ൽ 8 കേസിൽ നമുക്ക് വേണ്ടുന്ന സംഭവമല്ല. ബാക്കി 120 കേസ് എന്താണ്? നമുക്ക് വേണ്ടുന്നതാണ്. കാരണം അറ്റ്ലീസ്റ്റ് 2 ടൈൽ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 120 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ 128. നമുക്ക് എന്ത് ചെയ്യാം? 8 വെച്ച് കിട്ടുമ്പോൾ 15 ഡിവൈഡ് ബൈ 16, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. എത്ര വലിയ ക്വസ്റ്റൻ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. യെസ്, അടുത്ത ഡൈസിൻ്റെ. ഡൈസിൻ്റെ ഇന്നലെ ഞാനൊരു ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾക്ക് ഓരോ നമ്പർ ഓഫ് കേസസ് സമ്മ് പഠിച്ചു. അതിൽ ഒരു എളുപ്പവഴികളുണ്ട്. നമ്മുടെ സമ്മും കേസസും നമുക്ക് സമ്മ് 6ൽ കുറവാണെങ്കിൽ, സമ്മ് 6ൽ കുറവാണെങ്കിൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സമ്മിൽ നിന്നും 1 കുറച്ചാൽ മതി. ഇനി സമ്മ് 6ൽ കൂടുതലായാൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ പഠിച്ച ഈ ഒരു ഫിഗർ വരച്ച് നോക്കേണ്ടി വരും. നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ 13ൽ നിന്നും സമ്മ് കുറച്ചാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എ ഡൈസ് ഈസ് ത്രോൺ ട്വൈസ് ആകുമ്പോഴാണ് എത്ര സാമ്പിൾ സ്പേസ് ഉണ്ട്? 6ന്റെ സ്ക്വയർ, അതായത് 36 കേസാണ് ടോട്ടൽ ഉള്ളത്. ഇതിനകത്ത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഓഫ് 7? ഇന്നലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ അത് ചെയ്തു, സം വെച്ചിട്ട് ചെയ്തു. അതുപോലെ ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. വാട്ട് സം ഓഫ് ഗെറ്റിംഗ് എ സം ഓഫ് പ്രോബിലിറ്റി ഗെറ്റിംഗ് എ സം ഓഫ് 7? അപ്പോൾ സം ഓഫ് 7 പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 6ൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ 13 - 7, അതായത് 6 കേസായിരിക്കും നമുക്ക് അങ്ങനെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ 6 കേസ് ടോട്ടൽ 36, 1/6, ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേ? എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ചെയ്തേ. യെസ്, ചെയ്തേ. യെസ്, ഓക്കെ. ഇവിടെ നോക്കേ, 2 ഡൈസ് ആർ ത്രോൺ സൈമിൾട്ടേനിയസ്ലി, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സം 8. അപ്പോൾ സം 8 എന്ന് പറഞ്ഞാൽ എന്താ? 13 - 8, 5 കേസാണുള്ളത്. 5 കേസാണുള്ളത് എത്രയിൽ? 36, ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അറ്റ്ലീസ്റ്റ് സം ഓഫ് 9. അറ്റ്ലീസ്റ്റ് സം ഓഫ് 9 എന്ന് പറഞ്ഞാൽ സം 9 വരാം, 10 വരാം, 11 വരാം, 12 വരാം. മാക്സിമം സം 12 വരും. 9 വരാനുള്ള എത്രയാണ്? 13 - 9, 4 കേസ്. ഇത് 13 - 10, 3 കേസ്. 13 - 11, 2 കേസ്. 13 - 12, 1 കേസ്. ഇപ്പോൾ ടോട്ടൽ കേസാണ് 4, 3, 7, 2, 9 ഒന്നും 10 കേസാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ എത്രയില്ല? 36ൽ 2 വെച്ച് കിട്ടുമ്പോൾ 5/18, 5/18 ആണ് അതിൻ്റെ പ്രോബിലിറ്റി. ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം നമ്പർ ഓൺ ബോത്ത് ഡൈസ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. എത്ര എണ്ണമാണ്? 1 1 2 2 3 3 4 4 5 5 6 6. ആദ്യത്തിൽ 1 വരുന്നു, രണ്ടാമത്തിൽ 1 വരുന്നു. അങ്ങനെ 6 കേസാണുള്ളത്. 6/36, 1/6 ആണ് ഓപ്ഷൻ ബി. അടുത്ത, എ മൾട്ടിപ്പിൾ ഓഫ് 2 ഓൺ 1 ഡേയ്സ് ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഓൺ അതർ ഡേയ്സ്. അങ്ങനെ ഏതൊക്കെ കേസായിരിക്കും വരുന്നത്? കേസസ് എഴുതിയെങ്കിലേ പറ്റുള്ളൂ.
ഇവിടെ നമുക്ക് കേസ് എഴുതാൻ പറ്റത്തുള്ളൂ, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2 ഓൺ ഫസ്റ്റ്, ഓർഡർ ഒന്നുമില്ല, ഫസ്റ്റ് ഒന്നുമില്ല, ഒരെണ്ണത്തിൽ 2, 2ന്റെ മൾട്ടിപ്പിൾ, ഒരെണ്ണത്തിൽ 3ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ആ കേസ് ഏതൊക്കെ വരാം, ഇവിടോട്ട് എഴുതാം. കേസ് 2 3 2 6 4 3, അതുപോലെ 4 6, 2ന്റെ മൾട്ടിപ്പിൾ 6 3 6 6, മാക്സിമം 6 വരെ വരാം. ഇനി അടുത്ത 3 വരും, 3 2 3 4 3 6, ആമേ 6 വരാം, 6 6 ആമേ 3ന്റെ മൾട്ടിപ്പിൾ 6 2 6 4 6 6 എഴുതേണ്ട ആവശ്യമില്ല, കാര്യം ഒരു വട്ടം ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തു. അങ്ങനെ എത്ര കേസ് ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 11 കേസ് ഉണ്ട്. എത്രല്ലേ, 36, 11/36. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ എടുക്കാം. ഒരുപാട് നമ്മൾ ഹൈ ലെവലിൽ നിന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, +2 ലെവലൊക്കെ പ്രോബബിലിറ്റി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമുക്ക് കാർഡിന്റെ കേസ്. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻസ് വന്ന ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിട്ട് പ്രോബബിലിറ്റി എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. 1 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് ഏസ്? ഏസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. എത്രല്ല, 52ൽ 1/30. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. 10 ഓഫ് റെഡ് സ്യൂട്ട്. റെഡ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റെഡിലുള്ള ഏതൊക്കെയാണ്, ഡയമണ്ടും ഹാർട്ടും ആണ്. ഇപ്പോൾ ഡയമണ്ട് ഹാർട്ടും എത്ര എണ്ണം ഉണ്ട്, 26 എണ്ണമാണ് ഉള്ളത്. ഡയമണ്ട് ഹാർട്ട് 13 വെച്ച്. അപ്പോൾ 10 നമ്പേഴ്സ് എവിടെ തൊട്ട്, 2 തൊട്ട് 10 വരാണ് കേട്ടോ നമ്പേഴ്സ് ഉള്ളത് എല്ലാത്തിലും. 1 തൊട്ട് 10 വരെയല്ല, എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞത് 2 to 10 വരാണ് എല്ലാ നമ്പേഴ്സിലും എന്തുള്ളത്, ഈ ഒരു നമ്പേഴ്സ് ഉള്ളത് എല്ലാ കാർഡിലും. അതായത് ഡയമണ്ടിൽ 2 to 10 ഉണ്ട്, സ്പേഡിൽ 2 to 10 ഉണ്ട്, ഹാർട്ടിൽ 2 to 10 ഉണ്ട്, അതുപോലെ ക്ലബിൽ 2 to 10 ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 to 10 2 to 10 അങ്ങനെ 4 ഓക്കെ, യെസ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 10 ഓഫ് റെഡ് സ്യൂട്ട്. അപ്പോൾ 10 ഓഫ് റെഡ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര, 10 എണ്ണം ഉള്ളത്. ഡയമണ്ടിലും 10 ഉണ്ട്, അതുപോലെ ഹാർട്ടിലും 10 ഉണ്ട്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര അല്ലേ, 52. ടോട്ടൽ 52ൽ 2 എണ്ണം അങ്ങനെയാണ്. അതായത് 1/26. ഓപ്ഷൻ സി. ഫേസ് കാർഡ്. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഫേസ് കാർഡ് നമ്മുടെ ജെ കെ ക്യൂ ആണ്. ജെയും കെയും ക്യൂ ആണ് ഫേസ് കാർഡ്. അങ്ങനെ ഇത് 4 എണ്ണം ഉണ്ട്, ജെ കെ 4 എണ്ണം ഉണ്ട്, ക്യൂ 4 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 12 എണ്ണം ഉണ്ട്. എത്രല്ലേ 52ൽ 4 വെച്ച് കിട്ടുമ്പോൾ 3/13. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലോ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആലോചിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും കാര്യം എന്താണെന്ന്. ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കാര്യം ഞാൻ സ്പീഡിൽ പോകുന്നതിന് കാരണം നിങ്ങൾക്ക് മെയിൻസ് എക്സാം ആണ്. അതുകൊണ്ട് ഒരു ക്ലാസ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നാളെ എനിക്ക് പറ്റില്ല, വെള്ളിയാഴ്ച വരത്തുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അടുത്ത എയ്തർ റെഡ് ഓർ കിങ്. ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ കിങ്. റെഡ് അല്ലെങ്കിൽ കിങ് എന്ന് പറഞ്ഞാൽ ഏതർ റെഡ്, ഒന്നുകിൽ റെഡ് ആയിരിക്കണം അല്ലെങ്കിൽ കിങ് ആയിരിക്കും. ഏതർ റെഡ് എന്ന് പറഞ്ഞാൽ റെഡിന്റെ പ്രോബിലിറ്റി എന്നുവെച്ചാൽ പ്രോബിലിറ്റി ഓഫ് റെഡ് യൂണിയൻ കിങ് ആണ്. റെഡും വരണം കിങ്ങും വരണം. പ്രോബിലിറ്റി ഓഫ് റെഡ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് കിങ് പഠിച്ചാണ്, അഡീഷൻ റൂൾ, മൈനസ് പ്രോബിലിറ്റി ഓഫ് റെഡും ഇന്റർസെക്ഷൻ കിങ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് റെഡ് വരെയുള്ള പ്രോബിലിറ്റി എന്താ, 26 റെഡ്, 26/52. കിങ് വരെയുള്ള പ്രോബിലിറ്റി എന്താ, 4/52. പക്ഷേ ഇതിനകത്ത് ഒരു റെഡ് എന്താണ്, കിങ് ആണ്. റെഡിൽ അല്ല, ഡയമണ്ടും ഹാർട്ടും റെഡ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്, ഓരോ കിങ് വെച്ചുണ്ട്. 2 എണ്ണം എന്താണ്, റെഡ് കിങ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഈ കൂട്ടിയപ്പോൾ എടുത്തു കഴിഞ്ഞു. എന്താണ്, ഇതിനകത്തുനിന്ന് 2/52 കുറയ്ക്കണം. ഇപ്പോൾ 30 2 പോയാൽ 28/52. ഓൾറെഡി ഞാൻ ചെയ്ത എക്സാമ്പിൾ ആണ്. 28/52 എന്ന് പറയുമ്പോൾ 7/13. 4 വെച്ച് കിട്ടുമ്പോൾ 7/13. ഓപ്ഷൻ എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ബ്ലാക്ക് ആൻഡ് ക്യൂൻ. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് എ ക്യൂൻ, ബ്ലാക്ക് ആൻഡ് എ ക്യൂൻ. ഇപ്പോൾ ബ്ലാക്കും ക്യൂനും ആവണമെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. ബ്ലാക്കിലുള്ള ക്യൂൻ എത്ര, 2 എണ്ണം. സ്പേഡിലും ക്ലബിലും 2 എണ്ണം. ടോട്ടൽ എത്രയിലും, 52. 1/26. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാർഡിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. യെസ്. ഇനി നമുക്ക് CGL എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ്. CGL മെയിൻസിനും CHSL ഉണ്ട് നിങ്ങൾക്ക് പ്രോബിലിറ്റി. CHSL മെയിൻസിന് വന്നിട്ടുള്ള ക്വസ്റ്റൻസും ഉണ്ട്, CGL മെയിൻസിന് വന്നിട്ടുള്ള പ്രോബിലിറ്റി ക്വസ്റ്റൻസും ഉണ്ട്. അതുകൊണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. പ്രോബിലിറ്റി കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് പ്രോബിലിറ്റിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതാൻ പറ്റും, ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ. യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയാൻ നോക്കേ, പറഞ്ഞേ.
യെസ്, കിട്ടിയ ആൻസർ. ഇത് നിങ്ങളുടെ മെയിൻസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, 3 cards are drawn. 3 cards are drawn one after another with replacement from a pack of cards. അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ അത്. 3 cards are drawn one after another വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്, കുഴപ്പമില്ല, ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകം ആൻസർ കിട്ടി കാണും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് കാർഡ് ജാക്ക്? അപ്പോൾ ഫസ്റ്റ് കാർഡ് ജാക്ക് കിട്ടണം, സെക്കൻഡ് കാർഡ് ബ്ലാക്ക് കിട്ടണം, ആൻഡ് തേർഡ് കാർഡ് ഈവൻ നമ്പർ കാർഡ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് കാർഡ് ജാക്ക്. അപ്പോൾ 3 കാര്യങ്ങളാണ്, 3 സാധനങ്ങളാണ് ഇവിടെ എടുക്കുന്നത്, ഒറ്റ സാധനമല്ല എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അഡിഷൻ റൂൾ അല്ല, മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. അപ്പോൾ ഫസ്റ്റ് ആണ് ജാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി. എത്രയാണ് ജാക്ക് ഉള്ളത്? 4 ജാക്ക് ഉണ്ട്. എത്രയിൽ? 52. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അല്ല, വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് ജാക്ക് ആൻഡ് നമുക്ക് ഇന്റർസെക്ഷൻ എന്ന് പറയാം, ആൻഡ് സെക്കൻഡ് കാർഡ് ബ്ലാക്ക് ആൻഡ് തേർഡ് കാർഡ് ഈവൻ നമ്പർ. ഇതാണ് വേണ്ടത്. പ്രോബിലിറ്റി ഓഫ് ജാക്ക് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ കാർഡ്. നോർമലാണ് കാര്യം എന്ന് വെച്ചാൽ വിത്ത് റീപ്ലേസ്മെന്റ് ആണ്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ്. പ്രോബിലിറ്റി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഇത് അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? CGL മെയിൻസിൽ വന്നാലും CHS മെയിൻസിൽ വന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ 4/52 ആണ് നമുക്ക് ജാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി. അടുത്തത് ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? ബ്ലാക്ക് എത്ര ഉണ്ട്? 26 ഉണ്ട്. എത്രല്ല? 52. അടുത്ത തേർഡ് കാർഡ് ഈവൻ നമ്പേർഡ് കാർഡ്. ഈവൻ നമ്പേർഡ് കാർഡ് എന്താ? ഈവൻ നമ്പേർഡ് കാർഡ് എത്ര ഉണ്ട്? അപ്പം ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10. 2 മുതൽ 10 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. അതിൽ ഈവൻ നമ്പർ കാർഡ് ഇതാണ്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5 കാർഡ്. അങ്ങനെ 5 കാർഡ് വെച്ച് ഏതിനൊക്കെ ഉണ്ട്? ഡയമണ്ടിനുണ്ട്, ഹാർട്ടിനുണ്ട്, സ്പേഡിനുണ്ട്, ക്ലബിനുണ്ട്. ഓരോന്നിനും എത്ര കാർഡ് വെച്ചുണ്ട്? 5 കാർഡ് വെച്ച്. അങ്ങനെ 5 × 4 20 ഈവൻ നമ്പേർഡ് കാർഡ്സ് ആണ് ഉള്ളത്. ഈ കാർഡിനെ പറ്റി നന്നായിട്ട് പഠിച്ചവർക്ക് ഒന്നുമില്ല. 20 കാർഡ്സ് ആണുള്ളത്. എത്രയിൽ? 52. ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ ഓൾറെഡി ആൻസർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ഉണ്ട്. യെസ്, ഇപ്പോൾ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ 4/52 13 കിട്ടും. 13 ഇവിടെ 2 വന്നു. 2 52 ഇവിടെ 26 വന്നു. 26 വന്നു. ഒരു 2 ഇവിടെ നിന്ന് എടുത്തു, ഒരു 2 ഇവിടെ 4 കിട്ടുമ്പോൾ 5 വന്നു. ഇവിടെ 13 ഇവിടെ 26. ഓക്കെ, 13 × 26 എന്ന് വെച്ചാൽ 169 ഇരട്ടി 338. 5/338. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. ഇന്നെ സിംഗിൾ ടോസ്. ഇത് നമ്മുടെ ഓഡ്സ് അഗെയിൻസ്റ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടാൽ മതി. ഈ ഒരു 3 ക്ലാസ് പ്രോബിലിറ്റിയുടെ ക്ലാസ് കണ്ടാൽ മതി. വേറെ ഒരു ക്ലാസ്സും കണ്ട. ഞാൻ അതുകൊണ്ടാണ് അവസാനമായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാവുന്ന ക്ലാസ്സുകളിൽ 3 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രോബിലിറ്റി കോൺഫിഡൻ്റ് ആയിട്ട് 2 വട്ടം റിവൈസ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഒന്നുമില്ല, അതുവരെ ബാക്കിയെല്ലാം പഠിച്ചവർക്ക് സെറ്റാണ്. ഞാൻ ക്ലാസ്സിന് മുമ്പേ തരുമെന്ന് പറഞ്ഞാൽ തരും. അപ്പം അത് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും തരാൻ പറ്റാത്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡ്സ് ഇൻ ഫേവർ വളരെ സിമ്പിളാണ്. പക്ഷേ ഓഡ്സ് ഇൻ ഫേവറും ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് കാണുമ്പോൾ വലിയ പേടിക്കൊന്നും വേണ്ട. എഗെയിൻസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. ഇതെന്താണ്? ബേസിക്കലി റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്? ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം റേഷ്യോ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ്. അതാണ് ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറയുന്നത്. ഇനി ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാലോ? ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഗെയിൻസ്റ്റ് ആകുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ് എഴുതണം. അൺഫേവറബിൾ ഔട്ട്കംസ്. പിന്നെ റേഷ്യോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഇതാണ് ഓഡ്സ് ഇൻ ഫേവർ ആൻഡ് ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ്. ഓക്കെ, ഓഡ്സ് ഇൻ ഫേവർ വരുമ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് ഫേവറബിൾ എഴുതണം, പിന്നെ അൺഫേവറബിളിൻ്റെ എണ്ണം എഴുതണം. ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അൺഫേവറബിളിൻ്റെ നമ്പർ എഴുതണം, പിന്നെ ഫേവറബിളിൻ്റെ ഔട്ട്കംസിൻ്റെ നമ്പർ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെയിൻസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചൊക്കെയാണോ വന്നതെന്ന് നോക്കാം. സൊല്യൂഷൻ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. യെസ്, ഇപ്പോൾ ഇവിടെ നോക്കാം. ഇനി സിംഗിൾ ടോസ് ഓഫ് എ ഫെയർ ഡൈസ്. സിംഗിൾ ടോസ് ആണ്. ഇവിടെ 1, 2, 3, 4, 5, 6 ഇതിലേതെങ്കിലും ഒന്ന് വരാം. 6 നമ്പേഴ്സാണ്. 6 raised to 1 6 ഔട്ട്കംസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ളത്.
വാട്ട് ആർ ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് ദ ഇവന്റ്. അത് നമ്മൾ ആ ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ഇവന്റിന്റെ പ്രോബിലിറ്റി എന്താ? പ്രോബിലിറ്റി നമ്പർ 3 or 4. 3 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് 3 വരെയുള്ള പ്രോബിലിറ്റി 1/6 ആണ്. 4 വരെയുള്ള പ്രോബിലിറ്റി 1/6 ആണ്. ഇപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 2/6 ആണ്. അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. 3 4 വരെയുള്ള പ്രോബിലിറ്റി രണ്ട് കേസാണ്. രണ്ടെണ്ണമാണ് എത്രയിൽ 6ൽ. അതായത് 1/3 ആണ് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എന്താണ് ദാറ്റ് ഇവന്റ്, ആ ഇവന്റിന്റെ പ്രോബിലിറ്റി. ഇനി ടെസ്റ്റ് ഇവിടാണ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ആദ്യമേ നമ്പർ ഓഫ് അൺഫേവറബിൾ എഴുതണ്ടേ. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇതിന്റെ അർത്ഥം എന്താ? 1/3 ആണ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ 3 ആണ് നമ്മളുടെ ഔട്ട്കംസ് എങ്കിൽ അതിനകത്ത് 1 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമുക്ക് റേഷ്യോ എഴുതിയാൽ മതി. 2/6 1/3 ആണ്. ടോട്ടൽ 3 ആണ് നമ്മളുടെ ഔട്ട്കംസ് എങ്കിൽ അതിനകത്ത് 1 ആണ് നമുക്ക് വേണ്ടുന്നത്. ഇതെന്താണ് 3 or 4 വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഫേവറബിൾ ആണ്. നമുക്ക് വേണ്ടുന്ന സാധനത്തെയാണ് നമ്മൾ ഫേവറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഫേവറബിൾ ആണ്. അപ്പോൾ ബാക്കി ടോട്ടൽ 3ൽ 1 ഫേവറബിൾ ആണെങ്കിൽ 2 കേസ് എന്തല്ല? നമുക്ക് ഫേവറബിൾ അല്ല, അൺഫേവറബിൾ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ്. ഓഡ്സ് ഇൻ ഫേവർ ആണെങ്കിൽ നമുക്ക് ആദ്യമേ ഫേവറബിൾ എഴുതായിരുന്നു. അപ്പോൾ ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരും? ആദ്യമേ അൺഫെയർ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 2 എണ്ണം. റേഷ്യോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 1 എണ്ണം. 2:1. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി ഓഡ്സ് ഇൻ ഫേവർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ? ഓഡ്സ് ഇൻ ഫേവർ ഇത് വെച്ചുള്ള കഴിഞ്ഞ CGL മെയിൻസ് വന്ന ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓഡ്സ് ഇൻ ഫേവർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതിനെ ഫേവറബിൾ എഴുതിയാണ്. റേഷ്യോ 1:2 വരുന്ന എപ്പോഴായിരുന്നു? ഓഡ്സ് ഇൻ ഫേവർ ചോദിച്ചെങ്കിൽ. ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റ് ചോദിച്ചതുകൊണ്ട്, ഓഡ്സ് എഗെയിൻസ്റ്റ് ചോദിച്ചതുകൊണ്ട് 2:1. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കേ. ഇത് കഴിഞ്ഞ CGL 2024 CGL, അത് 23 CGL ചോദിച്ചാൽ. യെസ്. P of A union B equal to 5/9. P of A bar union B bar equal to 13/27. P of A 11/18. Then the odds against the event B. അപ്പോൾ ഇവന്റ് ബി നമുക്ക് വേണം, അതായത് P of B നമുക്ക് വേണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റേഷ്യോ എഴുതണം. അപ്പോൾ P of B എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ഫോമുല ഉള്ളത് P of A union B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A, പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. നമ്മൾ വെൻ ഡയഗ്രത്തിൽ പഠിച്ചത് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഈ ഫോമുല പഠിക്കാം. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോമുലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. നമുക്ക് P of A union B തന്നിട്ടുണ്ട്. എത്ര? 5/9 തന്നിട്ടുണ്ട്. P of A തന്നിട്ടുണ്ട് 11/18. P of B നമുക്ക് കണ്ടുപിടിക്കണം. അത് കിട്ടിയാലേ നമുക്ക് ഓഡ്സ് ഇൻ എഗെയിൻസ്റ്റോ ഓഡ്സ് ഇൻ ഫേവറോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓഡ്സ് എഗെയിൻസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ P of B വേണം. മൈനസ് P of A ഇന്റർസെക്ഷൻ B അത് തന്നിട്ടില്ല. P of A ഇന്റർസെക്ഷൻ B തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? P of A ഇന്റർസെക്ഷൻ B കണ്ടുപിടിക്കണം. അപ്പോൾ P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ. P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും മൊത്തത്തിലുള്ളത്. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയിലുള്ളത് അല്ലെങ്കിൽ ബിയിലുള്ളത്. അതായത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതും എല്ലാം ഒരു വട്ടം നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ എയിലുള്ളത് എയിലും ബിയിലുള്ളത് ബിയിലുള്ളത്. ഇത് എയും ബിയും ആണെങ്കിൽ പിന്നെയാണ് നമ്മൾ P of A യൂണിയൻ B എന്ന് പറയുന്നത്. P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാലോ എയിലും ബിയിലും ഇത് മാത്രം, എയിലും ബിയിലും മാത്രമുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് P of A ഇന്റർസെക്ഷൻ B നമുക്ക് എങ്ങനെ പറയാം? A ഇന്റർസെക്ഷൻ B നമുക്ക് 1 മൈനസ് P of A ബാർ യൂണിയൻ B ബാർ. A ബാർ യൂണിയൻ B എന്ന് പറഞ്ഞില്ല, എയിലും ഇല്ല ബിയിലും ഇല്ല. എയിലും ഇല്ല ബിയിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്ക് എയിലില്ലാത്തത് ബിയില്ലാത്തത് പുറത്തുള്ളത്, എയിലില്ലാത്തത് ബിയിലുള്ളത്. അപ്പോൾ എയിലില്ലാത്തതും ബിയിലുള്ളതും അതിൻ്റെ കൂടെ എയിലുള്ളതും ബിയിലുള്ളതും കൂടെ എയിലും ബിയിലും കൂടില്ലാത്തത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കൂടില്ലാത്തത്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട. ഈ ഒരു ഫോമുല പഠിച്ചു നോക്കുക. P of പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of A ബാർ യൂണിയൻ B ബാർ. A ബാർ യൂണിയൻ B ബാറിനെ നമുക്ക് P of A യൂണിയൻ B ദ ഹോൾ ബാർ എന്നോ ഡാഷ് എന്നോ അങ്ങനെ വല്ലതും പറയാം. A യൂണിയൻ B ദ ഹോൾ ബാർ അല്ലെങ്കിൽ P of A ബാർ യൂണിയൻ B ബാർ. P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് P of A ബാർ യൂണിയൻ B ബാർ അല്ലെങ്കിൽ P of A ഇന്റർസെക്ഷൻ B പ്ലസ് P of A ബാർ യൂണിയൻ B ബാർ ആണ് നമുക്ക് 1 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P of A ഇന്റർസെക്ഷൻ B കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് എന്ത് കിട്ടും? P of A ഇന്റർസെക്ഷൻ B. P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of A ബാർ യൂണിയൻ B ബാർ. അതിൻ്റെ വാല്യൂ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 13/27. നമുക്ക് 14/27 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മേളിലോട്ട് എഴുതാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ P of B ആണ്. P of B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5/9 മൈനസ് 11/18. ഇത് അപ്പുറത്തോട്ട് വന്നു, ഇവിടെ മൈനസ് ആണ്, അപ്പുറത്തോട്ട് പ്ലസ് ആവും. പ്ലസ് P of A ഇന്റർസെക്ഷൻ B 14/27. ഇതാണ് P of B എന്ന് പറയുന്നത്. LCM 54 കൊടുത്തു. 6 5 30, 6 കൊണ്ട് ഗുണിക്കണം മേളിലും താഴെ. 30 മൈനസ് 3 കൊണ്ട് ഗുണിക്കണം 33. 30 മൈനസ് 31 -3 ആണ്. പ്ലസ്
14 ഇൻറ്റു 2 മേളിൽ 4 ഗുണിക്കണം. അപ്പോൾ 54 എടുത്തോളൂ. 28. അതായത് 25/54 എന്ത് കിട്ടുന്നത്? പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 25/54. 25/54. അതിൻ്റെ അർത്ഥം എന്താ? പ്രോബിലിറ്റി ഓഫ് ബി, ഇത് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റരുത്. ഈ ടൈപ്പ് ഇനിയും വരും. 25/24. ഓഡ്സിന് എഗെയിൻസ്റ്റ് വരുന്നതിന് വരെ ഓഡ്സിന് ഫേവർ വരും. ഇപ്പോൾ പി ഓഫ് ബി 25/24 54. 25/54. അതായത് 54 ടോട്ടൽ ഔട്ട്കം ഉണ്ടെങ്കിൽ, ടോട്ടൽ ഔട്ട്കം 54 ആണെങ്കിൽ അതിനകത്ത് 25 ബിക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ എഗെയിൻസ്റ്റ് എത്ര ആയിരിക്കും? 54 - 25. 29 എന്തായിരിക്കും? എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഡ്സ് എഗെയിൻസ്റ്റ് ആൻസർ എന്ത് വരും? 29 ആദ്യമേ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ആദ്യമേ അൺഫേവറബിൾ ചെയ്യണം. റേഷ്യോ പിന്നെ ഫേവറബിൾ. 29/25. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇനി നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ എന്ത് ചെയ്യും? പി ഓഫ് എ യൂണിയൻ ബി ഉണ്ട്, പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ ഉണ്ട്. പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ കണ്ടാൽ 1 മൈനസ് പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ കണ്ടുപിടിച്ചാൽ എന്തായി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയി. അത് 14/27 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് പി ഓഫ് ബി കണ്ടുപിടിക്കുക. പി ഓഫ് ബി കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ മൈൻഡിൽ തന്നെ കിടക്കണം. പി ഓഫ് ബി നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. നമുക്ക് 25/54 കിട്ടും. പിന്നെ റേഷ്യോ എഴുതുക 29/25. അപ്പം പേന എടുത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ലെവലിൽ പഠിച്ചുകൊണ്ട് പോകാം. ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുക. 2-3 വട്ടം വായിച്ച് മനസ്സിലോട്ട് സെറ്റ് ആക്കിയാലേ പറ്റൂ. കാര്യം പുതിയൊരു ടോപ്പിക്കാണ്. അടുത്ത് ഇത് CHSL മെയിൻസ് വന്ന ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇത് വെൻ ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ പോലാണ്. CHSL ക്വസ്റ്റ്യൻ ആണ്. 2, 3, 4 ഇത്രയും ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ഇതെല്ലാം എക്സാമിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉള്ളൂ വലിയ ക്വസ്റ്റ്യൻ. ഇൻ ക്ലാസ് 11 ഓഫ് സ്കൂൾ 40 സ്റ്റുഡൻസ് ഓപ്റ്റഡ് ഫിസിക്സ്, 17 ബയോളജി, 20 കെമിസ്ട്രി. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 11 60 ആണ്. ആൻഡ് ഓൾ ദി സ്റ്റുഡൻസ് ചോസ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 3 സബ്ജക്ട് മെൻഷൻ ചെയ്യുക. ആരെങ്കിലും ഒന്നെങ്കിലും എടുത്തിട്ടുണ്ട്. ആൻഡ് എക്സാക്ട്ലി 5 ഓഫ് ദി സ്റ്റുഡൻസ് ചോസ് ഓൾ 3 സബ്ജക്ട്. 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സബ്ജക്റ്റും എടുത്തിട്ടുണ്ട്. Then what is the probability that a randomly selected student of class 11 of the school will have chosen exactly 1 subject out of these 3 subjects? അപ്പോൾ ഒരെണ്ണമെങ്കിലും എടുക്കണം. അതായത് ഒരെണ്ണം മാത്രം. ഇപ്പോൾ ഇവിടെ നോക്കി ഞാനത് പറഞ്ഞുതരാം എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഫിസിക്സ് ഉണ്ട്, ഓരോ കളർ വെച്ച് കൊടുക്കാം. ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്. യെസ്, 3 സബ്ജക്റ്റാണുള്ളത്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി. ഫിസിക്സിൽ മാത്രം എ ആൾക്കാർ, ബയോളജിക്ക് മാത്രം ബി ആൾക്കാർ, കെമിസ്ട്രിക്ക് മാത്രം സി ആൾക്കാർ, ഫിസിക്സും ബയോളജിയും കൂടെ ഡി ആൾക്കാർ, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ എഫ് ആൾക്കാർ, ബയോളജിയും കെമിസ്ട്രിയും കൂടെ ഇ ആൾക്കാർ, ഇ എഫ് ജി, 3 കൂടെ ജി ആൾക്കാർ. ഇത്രയാണുള്ളതെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് ഫിസിക്സിൽ എത്ര കുട്ടികൾ? 40 കുട്ടികളുണ്ട്. ടോട്ടൽ വട്ടം മൊത്തമാണ്, ടോട്ടൽ സർക്കിൾ മൊത്തം 40 ആണ്. ബയോളജിക്ക് 17 പേര്, കെമിസ്ട്രിക്ക് 20 പേര്. അതിൽ 3 കൂടെ എത്ര പേരാണ്? 3 കൂടെ സെലക്ട് ചെയ്തിട്ട് ഓൾ 3 സബ്ജക്റ്റ് ഉള്ളത് എത്ര പേരാണ്? 5. എക്സാക്ട്ലി 5 ഓഫ് ദ. അപ്പോൾ 5 ആണ് ജിയുടെ വാല്യൂ. അപ്പോൾ ഇത് നമുക്ക് വെൻ ഡയഗ്രത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി നമ്മുടെ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചാണ് വെൻ ഡയഗ്രത്തിൽ. അപ്പോൾ ബയോളജി മാത്രം, ഫിസിക്സ് മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ബയോളജി മാത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ബി എന്ന് പറയുന്ന പോർഷൻ. കെമിസ്ട്രി മാത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സി, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ. അപ്പോൾ നമുക്ക് A+B+C ആണ് വേണ്ടത്. അതാണ് നമ്മുടെ ചോദിച്ചിരുന്നത്. എന്താ? ഒരു ആളെ സെലക്ട് ചെയ്താൽ എക്സാക്ട്ലി 1 സബ്ജക്ട് ഔട്ട് ഓഫ് ദി 3 സബ്ജക്ട്. അപ്പോൾ അയാൾ എക്സാക്ട്ലി ഒരു സബ്ജക്ട് മാത്രം, വേറെ ഒന്നുമായിട്ട് ബന്ധം കാണരുത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആളെന്തായിരിക്കണം? ഒന്നുകിൽ ഫിസിക്സ്, അല്ലെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ കെമിസ്ട്രി. അതായത് A+B+C ഈ 3 എണ്ണം ഏതെങ്കിലും ഒന്നുകിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരാളെയാണ് എടുക്കുന്നത്. ഇവിടെ ഓർ ആണ് വരുന്നത്, അതുകൊണ്ടാണ് പ്ലസ് വന്നത്. യെസ്, അഡീഷൻ റൂളാണ് വരുന്നത്. അപ്പോൾ A+B+Cയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A+B+C എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം നോർമലായിട്ട് എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും കൂടെ കൂട്ടുന്ന എല്ലാം കൂടെ സെപ്പറേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 60 സ്റ്റുഡൻസ് ആണുള്ളത്. പക്ഷേ ഇവിടെ 40ഉം 17ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 40ഉം 20ഉം 17ഉം കൂട്ടുന്നത് എത്ര? 77. അപ്പോൾ 77 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ സർക്കിൾ കൂട്ടുന്നു, ഈ സർക്കിൾ കൂട്ടുന്നു, ഈ സർക്കിൾ കൂട്ടുന്നു.
ഈ സർക്കിൾ കൂടുമ്പോൾ ഓൾറെഡി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് ജി പ്ലസ് എഫ് പ്ലസ് ജി, അതായത് 60 ഓൾറെഡി വരും. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആര് വരും? ഒരു വട്ടം ഇത് കൂട്ടുന്നു, രണ്ടാമത്തെ വട്ടം ഇതുണ്ട്, മൂന്നാമത്തെ വട്ടം ഇതുണ്ട്. അതായത് ജി എത്ര വട്ടം വരും? ജി അവിടെ 2 വട്ടം വരും, 2 ജി അധികം വരും. എല്ലാം കൂടെ 3 കൂടെ കൂട്ടുമ്പോഴാണ് 77 വരുന്നത്. ഇനി പിന്നെ എക്സ്ട്രാ ആയിട്ട് വരും, ഒരു വട്ടം പി ഓൾറെഡി ഉണ്ട്, ഒരു ഡി എക്സ്ട്രാ വരും. കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്, അതുപോലെ രണ്ടാമത്തെ ബയോളജിക്ക് വേണ്ടി ഡി എടുക്കുന്നുണ്ട്. അതുപോലെ എഫ് ഓൾറെഡി ഫിസിക്സിനകത്ത് വന്നു, പിന്നെ കെമിസ്ട്രിയിലും പിന്നെ എഫ് വരുന്നുണ്ട്, അപ്പോൾ ഒരു എഫ് കൂടെ വരും, ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അതുപോലെ ഇ ഓൾറെഡി ബയോളജി എടുത്തിട്ടുണ്ട്, ഇനി കെമിസ്ട്രിയിലൂടെ വരുമ്പോൾ എന്ത് വരും? ഒരു ഇയും കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2G. ഇപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് 5 തന്നിട്ടുണ്ട്. 2 × G എന്ന് പറയുമ്പോൾ 10 പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് ഇയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 60 അങ്ങപ്പുറത്ത് പോകുമ്പോൾ 77 - 60 17 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇ പ്ലസ് എഫ് പ്ലസ് ജിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 17 - 10 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി ഇതിൻ്റെ വാല്യൂ മൊത്തത്തിൽ 60 ആണ്. അതിനകത്ത് ഇയും എഫും ഡിയും കൂടെ കിട്ടുന്നത്, ഇയും എഫും ഡിയും കൂടെ കിട്ടുന്നത് നമുക്ക് 7 ഇവിടെ കിട്ടി. ജി ഓൾറെഡി നമുക്ക് കിട്ടി 5. ഇപ്പോൾ 7 5 എത്രയാണ്? ഇത് 12 ആണ്. അപ്പോൾ നമുക്ക് ബാക്കി എ പ്ലസ് ബി പ്ലസ് എന്ത് വരും? ഒന്നുകൂടെ കേട്ട് നോക്കുക. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നാൽ ഒരുപാട് സമയം എടുക്കും. എൻ്റെ മാക്സിമം ആണ് ഞാൻ പറഞ്ഞിരുന്നത്. എ പ്ലസ് ബി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 60 മൈനസ് 7 5 12. 12 കുറയ്ക്കുക, ഇത്രയും കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. അപ്പോൾ 48 കേസാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 48 പേരാണ് എയ്തർ വൺ ഓഫ് ദം, ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി. എൻ്റെ മാക്സിമം ഇത് നല്ല ക്വസ്റ്റ്യനാണ്, നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും കേട്ട് പഠിക്കുക. അങ്ങനെ എത്രല്ലേ? ടോട്ടൽ 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 വെച്ച് കിട്ടുമ്പോൾ 4/5 80% അല്ലെങ്കിൽ 0.8. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. നല്ല ക്വസ്റ്റ്യനാണ്, CHS വന്ന. പിന്നെ അത് ഒരുപാട് പ്രോബിലിറ്റിയുടെ വലിയ കണ്ടീഷണൽ പ്രോബിലിറ്റിയോ അല്ലെങ്കിൽ ബേസ് തിയറോ അതൊക്കെ അങ്ങനെയൊക്കെ പഠിക്കും. ബേസ് തിയറോ ഒക്കെ പഠിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസ് തിയറോ ഒക്കെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെൻ ഡയഗ്രം പഠിച്ചതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോബിലിറ്റിയുടെ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത, the probability of solving a problem by 3 students ABC are 3/7, 5/9, 1/5. What is the probability that problem is solved? അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വേണമെന്ന്. അപ്പോൾ ചുമ്മാ സ്റ്റുഡൻറ്റ് എക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 3/7 ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 4/7 ആണ്. അപ്പോൾ 7 കേസിൽ 3 അവൻ സോൾവ് ചെയ്താൽ 4 സോൾവ് ചെയ്യത്തില്ല. പ്രോബിലിറ്റി ഇതേപോലെ തന്നെ പ്രോബിലിറ്റി ബി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 5/9 ആണ്. ബി സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 4/9 ആണ്. 5 സോൾവ് ചെയ്താൽ 4 സോൾവ് ചെയ്യത്തില്ല. പ്രോബിലിറ്റി ഓഫ് സി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/5 ആണ്. സി സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ത് വരും? 4/5 വരും. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? എ സോൾവ് ചെയ്യത്തില്ല, ബി സോൾവ് ചെയ്യത്തില്ല, സി സോൾവ് ചെയ്യത്തില്ല. അപ്പോൾ സോൾവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ വേറെ കണ്ടീഷൻ ഒന്നുമില്ല. സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? എ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അപ്പോൾ എ സോൾവ് ചെയ്യാനുള്ള ചാൻസ്, പിന്നെ ബി കൂടെ സോൾവ് ചെയ്യാനുള്ള ചാൻസ് അവിടെയൊക്കെ വരും. അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സോൾവ് ചെയ്യാനും സോൾവ് ചെയ്യാതിരിക്കാനുള്ള ടോട്ടൽ സം 1 ആണ്. അപ്പോൾ 1-ൽ നിന്നും പ്രോബിലിറ്റി ഓഫ് നോട്ട് സോൾവ്ഡ്, സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 1 മൈനസ് പ്രോബിലിറ്റി സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താ? എ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് 4/7, ബി ചെയ്യാതിരിക്കാനുള്ളത് 4/9, മറ്റേത് 4/5. 1-ൽ നിന്ന് ഇത് കുറയ്ക്കുക. 1 മൈനസ് 64 ഡിവൈഡഡ് ബൈ 63 × 5 എത്രയാണ്? 315. അപ്പം 315 മൈനസ് 64 ബൈ 315. 315 67 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 251. യെസ്, ഓപ്ഷൻ സി നമുക്ക് ആൻസർ കിട്ടും. 251 ബൈ 315. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സുദർശനും എബ്രഹാം. യെസ്, ഇത് CHSLന്റെ മെയിൻസിലാണ്. സുദർശനും എബ്രഹാമും അപ്പയർഡ് ഫോർ ഇന്റർവ്യൂസ് ഫോർ 2 വേക്കൻസീസ്. 2 വേക്കൻസി ആണുള്ളത്. പ്രോബിലിറ്റി ഓഫ് സുദർശൻ സെലക്ഷൻ 1/3 ആണ്. ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എബ്രഹാം സെലക്ഷൻ 1/5 ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം ഈസ് സെലക്ടഡ്. അപ്പോൾ സുദർശൻ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/3 ആണ്. നോട്ട് സെലക്ട്. എബ്രഹാം സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 5-ൽ 1 ചാൻസ് ഉണ്ട് അവന് കിട്ടാൻ. സെലക്ട് ചെയ്യാതിരിക്കാൻ എത്ര? 4 ചാൻസ് കിട്ടാതിരിക്കാൻ. അപ്പോൾ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം ഈസ് സെലക്ടഡ്. നൺ ഓഫ് ദം സെലക്ടഡ് എന്ന് പറഞ്ഞാൽ ഇവനും കിട്ടത്തില്ല, സുദർശനും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല, എബ്രഹാനും കിട്ടത്തില്ല. രണ്ടും എന്താണ്? അവനും കിട്ടത്തില്ല, ഇവനും കിട്ടത്തില്ല. 2 കേസ് എടുക്കണം. അവനും കിട്ടരുത്, ഇവനും കിട്ടരുത്. അതിൻ്റെ ഇടയ്ക്ക് ആൻഡാണ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഇടയ്ക്ക് വന്നു 8/15. 8/15 ആണ് 2 പേർക്കും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചിട്ട് പോകും. യെസ്, അടുത്ത് എ ആൻഡ് ബി ആർ ഇവൻസ് വിത്ത് പി ഓഫ് എ വന്നിട്ടുണ്ട്, പി ഓഫ് ബി വന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വന്നിട്ടുണ്ട്. ഫൈൻഡ് പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ. പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് നമ്മളിപ്പോൾ പഠിച്ചത് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി
കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു 1 മൈനസ് പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാറിനെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പഠിച്ചു. അതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്. അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, അതായത് എയിലും ബിയിലും ഉള്ളത് ഒന്നിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എയിലും ബിയിലും ഇല്ലാത്തത് കിട്ടും. അതാണ് പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ, എയിലും ബിയിലും ഇല്ലാത്തത്. ഓക്കെ, ഈ ഒരു ഫോമുല കൂടെ പഠിച്ചോളാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് കിട്ടുമല്ലോ. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ 3/a പ്ലസ് പി ഓഫ് ബി 1/2 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/4. അപ്പോൾ നമുക്ക് 1 മൈനസ് 8 എൽസിയം എടുത്താൽ 3ഉം ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം. 3 പ്ലസ് 4 മൈനസ് 2. ഓക്കെ, അപ്പോൾ 1 മൈനസ് 5/8, അതായത് 3/8. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഈ രണ്ട് ഫോമുലേസും എന്ത് ചെയ്യുക? പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? പഠിച്ചോളാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പീക്സ്, CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ സ്പീക്സ് ട്രൂത്ത് 5 out of 7 ടൈംസ്. ഇപ്പോൾ ട്രൂ പറയാനുള്ളത്, ഫാൾസ് പറയാനുള്ളത്. ട്രൂ പറയാനുള്ളത് എത്ര? 5 ശരി പറയും, 7 സംസാരിക്കുമ്പോൾ 5 ശരി പറയും. അപ്പോൾ 2/7 ആണ് അവന് തെറ്റ് പറയാനുള്ള പ്രോബിലിറ്റി. അല്ല, ബി എന്താ സംഭവിക്കുന്നത്? ബി ട്രൂത്ത് പറയാനുള്ളത് 8 ടൈംസ് പറയും, 9 പറയുമ്പോൾ 9-ൽ 8 ട്രൂത്ത് ആണ്, ഫാൾസ് എത്രയാണ്? 9-ൽ 1. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദേ കോൺട്രാഡിക്റ്റ് ഈച്ച് അതർ ഇൻ സ്റ്റേറ്റിംഗ് ദ സെയിം ഫാക്ട്? ഒരേ കാര്യം പറയുമ്പോൾ കോൺട്രാഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ട്രൂ പറയുമ്പോൾ മറ്റേ ആൾ ഫാൾസ് പറയും. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എ ട്രൂ പറയുന്നു, അതിൻ്റെ കേസ് എന്താണ്? 5/7 ആണ്. ബി തെറ്റ് പറയുന്നു, അപ്പോൾ ബി തെറ്റ് പറയും. ബി തെറ്റ് പറയാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/9 ആണ്. രണ്ടാമത്തെ കേസ് എന്താ? പ്ലസ്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ പ്ലസ് ഉപയോഗിക്കുന്നത്. രണ്ട് സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് ഉപയോഗിക്കും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താ? എ കള്ളം പറയുന്നു, എ കള്ളം പറയുമ്പോൾ 2/7 ആണ്. ബി സത്യം പറയുന്നു, 8/9. എന്ത് കിട്ടും? അടിയിൽ 63 തന്നെ, മേളിൽ 5ഉം 16, 21, 21/61, 1/3. 1/3 ആണ് അവർ ഒരു സെയിം ഫാക്റ്റിനെ കോൺട്രാക്ട് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആദ്യം മുതൽ കൺസെപ്റ്റ് പറഞ്ഞു, തിയറി ഫുള്ള് പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതിന് പുറത്തുനിന്ന് നിങ്ങൾക്ക് 10th ലെവലുള്ള സിമ്പിൾ പ്രോബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് മോർ ദാൻ ഇനഫാണ്. സിമ്പിൾ പ്രോബിലിറ്റിയാണ്. എല്ലാ മെയിൻസിൽ വന്ന ക്വസ്റ്റ്യൻസും എടുത്ത് നിങ്ങളെ ഞാൻ ചെയ്ത് തന്നു. ഇത് നന്നായിട്ട് 2-3 വട്ടം റിവൈസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ അധികം നിങ്ങൾ കിടന്ന് പ്രോബിലിറ്റിക്ക് വേണ്ടി കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. ബാക്കി പെർമുട്ടേഷനും കോമ്പിനേഷനും ഒന്നും സിലബസിലില്ല. വേണമെങ്കിൽ പഠിക്കാം, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി സ്ട്രാറ്റജി എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. വേണമെന്നുള്ളൊരു കമൻറ്റ് പറയുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള കമൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് CGLന് അടുത്ത എക്സാമിന് എഴുതുന്നവരാണെങ്കിലും ഈ ഒരു ക്ലാസ് ഇൻവാല്യൂബിൾ ആണ്. ഈ വർഷത്തെ മെയിൻസ് അല്ല, CHSLൻ്റെ മെയിൻസ് അല്ല, നിങ്ങൾ അടുത്ത എക്സാംസ് എഴുതുന്നെങ്കിലും ഈ ഒരു പ്രോബിലിറ്റി കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഫറൻറ്റ് സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്ലാസ്. ഇത്രയും ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഒരുപാട് പേർക്ക് ഇത് റീച്ച് ആയി പോകത്തുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഏകലവ്യ ബാച്ചിൻ്റെ ക്ലാസ്സിലെല്ലാം അടുത്ത ആഴ്ച. ഈ ഒരു പ്രോബിലിറ്റിയുടെ തിരക്കിലായതുകൊണ്ടാണ് ബാക്കി ക്ലാസ്സിൽ ഇടാൻ പറ്റാഞ്ഞത്. അതെല്ലാം ഇടുന്നതായിരിക്കും. നമ്മുടെ അർജുന 2.0യും എല്ലാം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ, GKയുടെ ക്ലാസ്സും പ്ലാനുണ്ട്. മാക്സിമം ഈ ചാനൽ ഞാൻ എന്ത് ചെയ്യും? നന്നായിട്ട് സെറ്റ് ആക്കും. യെസ്, ഓക്കെ, താങ്ക് യു.